നമ്മുടെ എന്തൊക്കെ അൺറിസോൾവ്ഡ് ആയിട്ട് കിടപ്പുണ്ടോ അതിനൊരു സൊല്യൂഷൻ നമ്മൾ സീക്ക് ചെയ്യുന്നത് നമ്മുടെ ചിന്തയിലാണ്. നമ്മൾ കോൺഷ്യസ്ലി ഒന്നിനെക്കുറിച്ച് അറിയില്ല, ഒരു അവെയർനെസ്സും ഇല്ല. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് പോലും നമ്മൾ നമ്മുടെ മൈൻഡ് അപ്ലൈ ചെയ്യുന്നില്ല. ഇല്ല. ബിക്കോസ് നമ്മുടെ സബ് കോൺഷ്യസ് ആണ് അത് ടേക്ക് കെയർ ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി സ്പീക്കിംഗ് ആൾക്കാർക്ക് സ്വന്തമായിട്ട് വേണ്ടത് എന്ത് എന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഒരു മനുഷ്യൻ്റെ ചിന്തയാണ് നമ്മളിപ്പോൾ പറയുന്നത്. ചിന്തയിൽ നിന്ന് ഉറവെടുക്കുന്ന സാധനമാണ് നമ്മുടെ ഇമോഷൻ. അത് ദേഷ്യമാവാം, വിഷമമാവാം. അപ്പോൾ ഈ സാധനം പുറത്തോട്ട് പ്രൊജക്റ്റ് ആവുമ്പോൾ അതൊരു നമ്മുടെ സ്വഭാവമായിട്ടാണ് പ്രൊജക്റ്റ് ആവുന്നത്. പാത്രം വലിച്ചെറിയുക, ഭാര്യനോട് ശകാരിക്കുക, അല്ലെങ്കിൽ കിട്ടുന്ന ആളോട് ദേഷ്യം കാണിക്കുക. ഇഫ് യു വോണ്ട് ടു ചേഞ്ച് വിത്തിൻ യു, ദ ചേഞ്ച് ഈസ് ഇൻ യു ഓൺലി. ആൾക്കാർ പറയും എൻ്റെ വൈഫ് ഇങ്ങനെ മാറിയാൽ ഞാൻ ഹാപ്പി ആവും. അത് സാഹചര്യം അവിടെ മാറ്റാൻ നോക്കുന്നത് പുറത്താണ്. നീ അതെ അകത്ത് നീ മാറാത്ത എന്താ? അതെ നീ അകത്തല്ലേ മാറേണ്ടത്. നീ നിന്റെ കയ്യിലില്ലാത്ത എന്തോ ഒരു സാധനം കിട്ടിയാൽ നീ സന്തോഷിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഡെയിലി ബേസിസിൽ നീ എന്തിനാ ചിരിക്കുന്നത്? ആ ചിരിക്കുന്ന കാര്യങ്ങൾ നീ ഡെയിലി ബേസിസിൽ അവയർനെസ്സിൽ കൊണ്ടുവന്ന് ഞാനിത് മസ്റ്റായിട്ട് ചെയ്യുമെന്നുകൊണ്ട് നീ ആലോചിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി എല്ലാം നമ്മുടെ തിങ്കിങ്ങിലേക്ക് കൊടുത്തു, മൈൻഡിൻ്റെ ആ ലെയറിലേക്ക് കൊടുത്തു. അവനാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മളെപ്പോൾ വിഷമിക്കണം, എപ്പോൾ സന്തോഷിക്കണം, എപ്പോൾ ദേഷ്യപ്പെടണം, എല്ലാം ആ തിങ്കിങ്ങിൽ റിലേറ്റഡ് ആയിട്ട് അത് നേരെ ചെന്ന് അടുത്ത ലെയറായ ഫീലിങ്സിലേക്ക് ബാധിച്ച് നമ്മുടെ സ്വഭാവമായി മാറുന്നു. വെൽക്കം ടു ഗ്രോ ടോക്സ്, മലയാളത്തിലെ ആദ്യത്തെ AI പവേർഡ് പോഡ്കാസ്റ്റ് ചാനൽ. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളെല്ലാം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു 10 മണിക്ക് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ, അതിന്ന് വളരെ ഏർലിയാണ്, സ്റ്റിൽ നമ്മൾ ആലോചിച്ച് എന്തൊക്കെയോ ആലോചിച്ച് നമ്മൾ ഏതൊക്കെയോ ലോകങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് വി ഫീൽ ദാറ്റ് ഇതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ തോന്നാറില്ലേ? ഉറങ്ങാൻ കിടന്നു, ഉറങ്ങണം, ക്ഷീണമുണ്ട്, രാവിലെ എഴുന്നേൽക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ എന്തോ ഒരു പ്രോസസ്സ് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ആലോചിച്ച് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. വി ആർ സ്റ്റക്ക്. ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ അന്വേഷിക്കും ആ സ്വിച്ച്. നമ്മളുടെ തോട്ട്സിനെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ, സോ ദാറ്റ് വി want to go back to the normal life, to sleep, to relations, to profession, to everything. But this thing is keeping running every time. ഇതിനെയാണ് നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പോഡ്കാസ്റ്റ് മുഴുവനായിട്ട് കാണുക. വിൽ ട്രൈ ടു ഡിഗ് ഇറ്റ് ഔട്ട് ആൻഡ് വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ഇറ്റ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഈ ഒരു ടോപ്പിക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങളെ കൈപിടിച്ചുയർത്താനും സാധിക്കുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ ലക്ഷ്മൺ കുമാർ. അദ്ദേഹം ഒരു ICF സർട്ടിഫൈഡ് കോച്ചാണ്, ഒരു NLP ഗ്രാൻഡ് മാസ്റ്ററാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം അദ്ദേഹത്തിൻ്റെ ജേണി എന്തായിരുന്നു ആൻഡ് ഹൗ ഹീ ഈസ് ഗോയിങ് ടു ആഡ് വാല്യൂ ഇൻ അവർ ലൈഫ്. ലക്ഷ്മൺ, വെൽക്കം ടു ഗ്രോ ടോക്സ്. Thank you. It's a wonderful pleasure being part of this, and thanks to you for this. And thank you for joining us to help a lot of people, by the way. Yes, because നമ്മുടെ അജണ്ട അത് തന്നെയാണ്, ഹെൽപ്പിംഗ് പീപ്പിൾ മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് വാട്ട് ദെയർ ലൈഫ് കുഡ് ബി. ഒരു ബെറ്റർ ടുമാറോ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആ ബെറ്റർ ടുമാറോ എങ്ങനെ നീ നേടും എന്നുള്ളത് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുള്ള ഒരു ടിപ്പ് ഈ പറയുന്ന പോഡ്കാസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഐ എം വെരി ഹാപ്പി. നമുക്കൊരു ടിപ്പല്ല, നമുക്ക് ഒരുപാട് ടിപ്സ് കൊടുക്കാം. അതെ. But can you introduce yourself first? ആസ് യു സെഡ്, ഞാനൊരു എല്ലാവരെയും പോലെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യായിരുന്നു. രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ വർക്ക് ചെയ്ത് ഒരു നല്ലൊരു സ്ഥാപനത്തിന് വേണ്ടി എല്ലാ ചോരയും നീരും എല്ലാം കൊടുത്ത് വർക്ക് ചെയ്തു. പക്ഷേ എവിടെയോ മനസ്സിലാക്കി അത് പേഴ്സണലി സന്തോഷം തരുന്നില്ല. യു ഗെറ്റ് എവറിത്തിങ് ഫ്രം യുവർ പ്രൊഫഷൻ, ബട്ട് വാട്ട് ആർ യു മിസ്സിങ് ഇസ് ഐ ഡോണ്ട് നോ, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വളരെ ബുദ്ധിമുട്ടി. ഒരു സിറ്റുവേഷൻ എത്തി, ഞാൻ എൻ്റെ ലൈഫ് എവിടേക്കാണ് ഇത് പോകുന്നത്, എല്ലാ ദിവസവും ഇത് തന്നെ ആയിരിക്കുമോ എന്ന് ചിന്തിച്ച സ്ഥലത്ത് എനിക്കുണ്ടായ ഒരു അകത്തെ ഒരു തോട്ടാണ്, ദിസ് ഈസ് നോട്ട് ദ ഹാപ്പി ലൈഫ് വിച്ച് ഐ വാണ്ടഡ്. മണി കനോട്ട് ഗിവ് യു, യെസ് മണി ഗിവ്സ് യു എവറിത്തിങ്, പക്ഷേ ഒരു ഹാപ്പിനെസ് എവിടെയോ കുറവുണ്ട് എന്നുള്ളത് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി. അതിൽ നിന്നാണ് ഈ ജേർണിയിലേക്ക് ഞാൻ വരുന്നത്. So being a coach, what I help people is to make them understand there is another way of look at your life.
നമ്മൾ എപ്പോഴും കാണുന്നത് ഒരു പ്രോബ്ലം ഓറിയൻറ്റേഷനിൽ നിന്നാണ്. നിങ്ങൾ പറഞ്ഞല്ലോ, ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രി ഒന്ന് കണ്ണടച്ച് എനിക്ക് ആ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ 3 മണിക്ക് രാവിലെ എഴുന്നേറ്റ്, ആളെ വിളിക്കുന്നത് നമ്മൾ മെലങ്കോളിക് ഡിപ്രസീവ് പേഴ്സൺ എന്നാണ്. 3 മണിക്ക് എഴുന്നേറ്റ് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? മൈൻഡ് ആക്റ്റീവാണ്. കണ്ണിൽ 100 വാട്ട്സിൻ്റെ ബൾബ് അടിച്ച പോലെയാണ്. ആ രീതിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു സ്വിച്ച് കിട്ടണമെങ്കിൽ ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് അനദർ പേഴ്സ്പെക്റ്റീവ് ടു ലുക്ക് അറ്റ് യുവർ ലൈഫ്. ആ പേഴ്സ്പെക്റ്റീവാണ് നമ്മൾ കൊടുക്കുന്നത് ത്രൂ കോച്ചിങ്. സോ ഐ വിൽ എക്സ്പ്ലെയിൻ യു മോർ വെൻ വി ഡിസ്കസ് ദിസ്. ആക്ച്വലി സ്പീക്കിംഗ് ഇപ്പോൾ ലക്ഷ്മൺ പറഞ്ഞത് ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് എന്നാണ് അല്ലേ? ഇത് ആ ഒരു ആംഗിളിലൂടെ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഹൗ ടു ഡൂ ദാറ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ദാറ്റ് ഈസ് ദ റിയൽ പേഴ്സ്പെക്റ്റീവ്. ദാറ്റ് ഈസ് ദ റിയൽ പേഴ്സ്പെക്റ്റീവ്. പക്ഷേ ഇന്ന് 80% ആൾക്കാർ, കണക്കുകൾ സൂചിപ്പിക്കുന്നത് 73% ഓഫ് ദ പീപ്പിൾ ആർ ഓവർ തിങ്കിങ്. They do, you know, what is the problem with overthinking is that ഈ 73% സമയം നമ്മൾ ചിന്തിക്കുന്നു. ആ ചിന്തയിൽ 90% കണക്കുകൾ പറയുന്നത് നെഗറ്റീവ് ഇവൻറ്റ്സോ അല്ലെങ്കിൽ നെഗറ്റീവ് പേഴ്സൺസിനെ കുറിച്ചാണ്. അതായത് ഒരു പേഴ്സൺ നെഗറ്റീവ് ഇവൻറ്റ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സണോ അല്ലെങ്കിൽ ഈ ഇവൻറ്റിനെ കുറിച്ചാണ്. അതുമല്ല, അതിൽ 80% പാസ്റ്റിനെ കുറിച്ചാണ്, കഴിഞ്ഞു പോയത്. എവിടെയോ നമ്മൾ ബാക്കി വെച്ചേക്കാണത്. ബിക്കോസ് അവിടെ നമ്മൾ ആക്ട് ചെയ്തിട്ടില്ല. ആ ആക്ട് ചെയ്യാത്തതിൽ നിന്ന് ചിന്തിച്ചു തുടങ്ങാണ്. ഞാൻ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല, ഞാൻ എന്തുകൊണ്ട് അത് ചോദിച്ചില്ല, ഞാൻ എന്തുകൊണ്ട് അവിടെ ആക്ട് ചെയ്തില്ല. ഈ ഗിൽറ്റിന്ന് തുടങ്ങി ചിന്തകൾ തുടങ്ങി രാത്രി ഉറങ്ങുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്ത് ചെയ്യും ഞാൻ ആ പ്രശ്നത്തിനെ? അത് കഴിഞ്ഞുപോയി. ബട്ട് വി ആർ സ്റ്റിൽ സ്ട്രക്ക് ദെയർ. സോ ദാറ്റ് ബിക്കം എ പെർസ്പെക്റ്റീവ് നൗ ബിക്കോസ് 80% ഓഫ് പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. ലക്ഷ്മൺ, നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന ചെറുപ്പം തൊട്ട് നമ്മളോട് പറഞ്ഞ തിങ്ക് ബിയോണ്ട്, തിങ്ക് ഡിഫറെൻറ്റ്, think before you speak, think before you do anything. So everywhere we have been encouraged to think, right? Yes. But at some point നമ്മൾ അറിയാതെ ആ തിങ്കിങ് ഓവർ തിങ്കിങ് ആയി മാറുന്നു. And now people like you are saying that 73% of the people have this problem of Yes. overthinking. Yes. അപ്പോൾ എവിടെയാണ് നമ്മളത് മിസ് ചെയ്യുന്നത്? എന്താ പറ്റുമെന്ന് വെച്ചാൽ ഇത് ഈ പറയുന്ന ബിലീഫ് സിസ്റ്റമാണ്. നമ്മൾ ചിന്തിക്കുന്ന തെറ്റില്ല. ചിന്തയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമ്മൾ അവിടെ നേടുന്നുണ്ട്. ഞാൻ ഒരാൾ എന്നെ റോട്ടിൽ കാറിൽ പോകുമ്പോൾ ഒരാൾ തെറി പറഞ്ഞ്, എവിടെ നോക്കിയാടാ ഓടിക്കുന്നത്? നമ്മൾ ഒരു ദേഷ്യമുണ്ട്, അവനോട് തീർക്കണം. പക്ഷെ അവൻ മുന്നോട്ട് പോയി. അവനോട് എനിക്ക് പറയാൻ പറ്റാത്തത് നമ്മൾ ചിന്തയിൽ പറയും. നമ്മുടെ എന്തൊക്കെ അൺറിസോൾവ് ആയിട്ട് കിടപ്പുണ്ടോ അതിനൊരു സൊല്യൂഷൻ നമ്മൾ സീക്ക് ചെയ്യുന്നത് നമ്മുടെ ചിന്തയിലാണ്. അപ്പോൾ എന്ത് പറ്റും? അല്ല, അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, അത് പറയാൻ പാടില്ല എന്നാണോ? ഏത് നമ്മൾ തിരിച്ച് പറയാൻ അല്ല, അവിടെ പറ്റാത്തതാണല്ലോ. നമുക്ക് ചാൻസ് ഉണ്ടായിരുന്നു, നമ്മൾ പറയുന്നതിൽ തെറ്റ്. ഞാൻ ഒന്ന് ക്ലാരിറ്റിയോട് കൂടി ചോദിക്കാം. യെസ്, ഗോ ഹെഡ്. ഇപ്പം നമ്മൾ കാർ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള ഒരുത്തൻ ഒന്നെങ്കിൽ നമുക്ക് സൈഡ് തരുന്നില്ല, ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ വേറെ ഒരുത്തൻ ബാക്കിൽ ഹോൺ അടിക്കുന്നു. സ്വാഭാവികമായും നമ്മളെ അവനെ എന്തെങ്കിലുമൊക്കെ വിളിക്കും, ഒന്നെങ്കിൽ പുറത്ത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്? ഒരു ഈഗോ പെർസ്പെക്റ്റീവ് എവിടെയാണ് ബാധിക്കുന്നത്? he is distracting our journey, right? ആ പോയിന്റിൽ ഇവിടെ ഏറ്റവും ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പം നമ്മൾ അവിടെ ചീത്ത വിളിക്കുന്നത് ശരിയല്ല എന്നാണോ പറയുന്നത്? ചീത്ത വിളിക്കുന്നത് ആ മൊമെന്റിൽ നമ്മൾ ചീത്ത വിളിച്ചാൽ പ്രശ്നമല്ല, ചീത്ത വിളിച്ചാൽ അവിടെ തീർന്നു. അപ്പൊ ചീത്ത വിളിച്ചില്ലെങ്കിൽ, രണ്ടാമത് ചീത്ത വിളിച്ചില്ലെങ്കിൽ അവിടെ എൻ്റെ തീരുന്നില്ല. അതും കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് വരികയാണ്. അവിടെ എന്തുകൊണ്ട് തീർക്കുന്നില്ല? ഡ്രൈവിംഗ് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത്, എന്നാലും നമ്മുടെ മനസ്സിൽ അത് കിടപ്പുണ്ട്. അവനോടൊന്നും പറഞ്ഞില്ലല്ലോ 2 അക്ഷരം. അപ്പോൾ പറയണമായിരുന്നു. പറയാം, തീർച്ചയായിട്ടും. ഇഫ് യു വോണ്ട് ടു സേ സംതിങ് അറ്റ് ദാറ്റ് പോയിന്റ്, അത് ചെയ്യുക. ചെയ്തു കഴിഞ്ഞിട്ട് ഗിൽറ്റി ആവരുത്. ചെയ്യുന്നതിന് മുമ്പ് അത് ചെയ്യണമെന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് വേണം. അവിടെ എഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഈഗോ ആണ്, ഈഗോ പെർസ്പെക്റ്റീവ്. എന്തുകൊണ്ടാണ് ഞാൻ വലുതോ നീ വലുതോ? ഇന്ന് നമ്മൾ പറയും, പുറകെ മുമ്പിൽ സ്ലോ ആയിട്ട് പോകുന്നവനോട് എന്താ പറയുക, ഇവൻ എന്താണ് വണ്ടി ഓടിക്കാൻ അറിയാം. അതേ ഇത് നമ്മൾ എന്താ പറയുക, ഒരുത്തൻ ആഞ്ഞു പോയാലും ഇവൻ എവിടേക്കാ മരിക്കാനാണ് പോകുന്നത്. അപ്പോൾ അവിടെ എന്താ ഫീൽ ചെയ്യുന്നത്? ഞാൻ പെർഫെക്റ്റ്. ഞാൻ എന്താ അടിപൊളിയായിട്ടാ വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ പുറകിൽ 100 പേര് ഹോൺ അടിക്കുന്നുണ്ടാവും നമ്മുടെ ഓടിക്കൽ കണ്ടിട്ട്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കില്ല. നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന പുറത്തേക്കാണ്. അപ്പോൾ ചിന്തകൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. എന്തുകൊണ്ടാണ്? ഹീസ് നോട്ട് പെർഫെക്റ്റ്. എല്ലാവന്മാരും ഇങ്ങനെയാണ്. ഒരു ജനറലൈസേഷനിലേക്ക് പോയി അവിടെ നിന്ന് നമ്മുടെ ചിന്തകൾ തുടങ്ങുകയാണ്. നമ്മൾ ആ ദേഷ്യത്തോടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ അതേ ദിവസം എല്ലാ ദിവസത്തെ പോലെ ഭാര്യ ഒരു കറി കൊണ്ടുവരുന്നു, വിച്ച് വി സേ ദാറ്റ് വി ഡോണ്ട് ലൈക്ക്. എനിക്ക് ഇഷ്ടമില്ലാത്ത കറിയാണ് വെച്ചേക്കുന്നവർ. അവിടെയും ദേഷ്യം വരും നമുക്ക്. നമ്മൾ ചോദിക്കും, ഇത് എന്താണ് എല്ലാ ദിവസവും ഇതാണ്? ഞാൻ അതിലേക്ക് വരാം ലക്ഷ്മൺ. പക്ഷേ എനിക്കതിന് മുന്നേ എനിക്ക് അറിയേണ്ടത്,
നമ്മൾ ചെറുപ്പം മുതൽ നമ്മളോട് തിങ്ക് ബിയോണ്ട്, തിങ്ക് റിച്ച്, തിങ്ക് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച സമൂഹം, അത് ഫാമിലി ആണെങ്കിലും അത് ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും, ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ തിങ്കിങ്ങിൻ്റെ സ്കെയിൽ അളക്കാൻ പറ്റാത്ത രീതിയിൽ ഓവർ തിങ്കിങ് ആവും. ഓവർ തിങ്കിങ് ആയി മാറുന്നു. യെസ്. ചിലർക്ക് സ്റ്റിൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ത്രൂ ഔട്ട് ലൈഫ്. ചിലർ തിങ്ക് ചെയ്ത് സന്യാസിയായി മാറുന്നു. ചില ആൾക്കാർ തിങ്ക് ചെയ്ത് ഓവർ തിങ്കിങ് ഡിസീസായി മാറുന്നു. സി ഈ തിങ്കിങ് എന്ന് പറയുമ്പോഴേ കമ്മിങ് Let ടു me യുവർ complete പോയിന്റ്. യാ. So my question is, how do we identify the scale of thinking? സി തിങ്കിങ് എന്ന് പറയുമ്പോൾ യു സെഡ് തിങ്ക് ബിയോണ്ട് ആൻഡ് ഓൾ ആ, എല്ലാം പോസിറ്റീവാണ് അവിടെ. അതെ. ഓക്കെ, ഐ എം ടോക്കിംഗ് അബൌട്ട് 90% നെഗറ്റീവ് തോട്ട്സ് ഇൻ ഓവർ തിങ്കിങ്. നമുക്കതിലേക്ക് വരാം. കാരണം Yeah. നെഗറ്റീവ് തോട്ട്സ് ഇറ്റ്സെൽഫ് ഈസ് എ ബിഗ് ടോപ്പിക്. യെസ്. കാരണം അത് ഓട്ടോമേറ്റഡ് തിങ്കിങ് ആണ്. യെസ്. പോസിറ്റീവ് തിങ്കിങ്ങിൽ ആ. ഡു യു ഹാവ് എ ഗോൾ ഓറിയന്റേഷൻ? Hmm. You say think beyond. What is that you are going to achieve beyond something? Hmm. അതിന് സ്കെയിലബിൾ ആണ്. അതെ. ഗോൾസ് സെറ്റ് ചെയ്യാം. Yes. അവിടെ നോക്കിയിട്ട് നീ നോക്കുകയാണ് എൻ്റെ മുമ്പിൽ എന്താണുള്ളത്. അതെ. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? ആ. നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്റ്റേറ്റ് ചിന്തിക്കില്ല. ഇല്ല. ഒരു എക്സാമിന് പഠിക്കുകയാണ് അതെ. നമ്മൾ. എക്സാം 10 ദിവസത്തിലെ എക്സാം, ഞാൻ ഡെയിലി 2 മണിക്കൂർ പഠിക്കാൻ പോവാ. കലണ്ടറൊക്കെ ഉണ്ടാക്കി ടൈം ടേബിളൊക്കെ ഒട്ടിച്ച് യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. നൗ മൈ ക്വസ്റ്റ്യൻ ഈസ്, നീ ഇന്നേ വരെ പഠിക്കാത്ത 2 മണിക്കൂർ ഇന്ന് തൊട്ട് നീ എങ്ങനെ ചെയ്യും? നീ പഠിക്കാൻ പോകുന്നില്ല. നീ പരീക്ഷയുടെ തലേ ദിവസം നോക്കി എന്താണോ അവിടെ കിട്ടുന്ന ആ സാധനം പരീക്ഷയിൽ എഴുതും. ദിസ് ഈസ് ആ പ്രോബ്ലം. വി തിങ്ക് ദാറ്റ് വി ക്യാൻ ചേഞ്ച്. പക്ഷേ നമ്മൾ ഇപ്പോഴുള്ള റിയാലിറ്റി ചിന്തിക്കുന്നില്ല. അവിടെ റിയാലിറ്റി ടു ഗോൾ ഈസ് ഡിസ്റ്റൻസ് ഈസ് വെരി ഹൈ. സോ തിങ്ക് ബിയോണ്ട് ഈസ് ഗുഡ്. ആ പറയുന്ന പോസിറ്റിവിറ്റി എല്ലാം നല്ലതാണ്. ഇഫ് യു ഹാവ് എ സ്പെസിഫിക് ഗോൾ, ആ ഓറിയൻറ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് എൻ്റെ ഡിസ്റ്റൻസ് എന്താണ്, എനിക്ക് ഇന്ന് എൻ്റെ റിയാലിറ്റി എന്താണ്, ഇതിൽ നിന്ന് എനിക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ആൻഡ് ടേക്ക് ദ ബെസ്റ്റ് ഓപ്ഷൻ ആൻഡ് അച്ചീവ് യുവർ ഗോൾ. യെസ്, യു ആർ ദെയർ. This is positive thinking. യെസ്, This is positive പോസിറ്റീവ്. thinking. നമ്മുടെ തിങ്കിങ്ങിൻ്റെ പോസിറ്റിവിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. തിങ്കിങ്ങിൽ നമുക്ക് കൺട്രോൾ ഉണ്ട് ബൈ ദ വേ, ഒരു പരിധി വരെ. അതെ, ബിക്കോസ് പോസിറ്റീവ് കൂടുതൽ മാക്സിമം പോയാൽ എവിടെയാണ് നമ്മുടെ ആ ഗോൾ ഓറിയൻറ്റേഷൻ അല്ലേ ഉള്ളൂ. അതിൽ കൂടുതലൊരു നെഗറ്റീവ് സാധനം ഇല്ല. നെഗറ്റിവിറ്റിയിൽ നേരെ ഓപ്പോസിറ്റാണ്. അത് എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട്. നമ്മൾ മരിക്കുന്നത് സൂയിസൈഡൽ തോട്ട്സ് വരെ പോകും. ഈ ജീവിതം എനിക്ക് ഇന്ന് തീർക്കാം, അന്ന് അവിടെ എന്തെങ്കിലും ഒരു ഇൻ്റർഫറൻസ് അയാളിലില്ലെങ്കിൽ അയാൾ ചിലപ്പോൾ മരിച്ചു കളയും. അതെ. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അതേസമയത്ത് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ബോഡി റിലാക്സ്ഡ് ആണ്. ബോഡി ഗിവ്സ് യു ഹാപ്പിനെസ്. അത് ഹാപ്പി ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വി ഫീൽ റിലാക്സ്ഡ് ആൻഡ് വി ഫീൽ മാനിഫെസ്റ്റേഷൻ അവിടെ നടക്കും. നമുക്ക് ആ മാനിഫെസ്റ്റേഷനിലൂടെ കുറേ പോസിറ്റിവിറ്റി നമ്മളിൽ കിട്ടും. അപ്പം നമ്മുടെ അടുത്ത് ആരെങ്കിലും ആ സമയത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ വി ഗിവ് പോസിറ്റീവ് വൈബ്സ് ടു ദം. ആ ആൾക്കാർ ആ പോസിറ്റീവ് വൈബ്സ് ക്യാരി ഓവർ ചെയ്യും വേറെ സ്ഥലത്തേക്ക്. സോ എവ്രിവെയർ ദാറ്റ് പോസിറ്റിവിറ്റി സ്പ്രെഡ്സ്. Yes. So that is the advantage of positive thinking. And if it is goal oriented. Now, when we come to negative thoughts, there is no goal orientation. Only thing is that you have to change your perspective. Unless otherwise you change your perspective, nothing is going to happen. You will be there in the loop. പക്ഷേ അതൊരു ലൂപ്പാണ്. ഞാനവിടെ ഇപ്പോൾ ഒരു മനുഷ്യൻ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ് ആയിരിക്കാം. പക്ഷേ തിങ്കിങ് ഹാസ് ബിക്കം എ ഹാബിറ്റ്. Yes. നേരം വെളുത്ത് കഴിഞ്ഞാൽ 10 മണി വരെ ജോലിക്ക് പോകുന്ന വരെ തിങ്കിങ് ആണ്. ഓഫീസിലേക്ക് ബസ് കയറി കഴിഞ്ഞാൽ തിങ്കിങ് ആണ്. ലഞ്ച് കഴിക്കുമ്പോൾ തിങ്കിങ് ആണ്. ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ തിങ്കിങ് ആണ്. ചില സമയത്ത് ടി വി കാണും, സിനിമ കാണുമ്പോൾ തന്നെ തിങ്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്തിന് കോഫി കുടിച്ച് കഴിയുമ്പോഴാണ് ഫീൽ ചെയ്യുന്നത്, ലാസ്റ്റ് സിപ്പിലായിരിക്കും ടേസ്റ്റ് കിട്ടുന്നത്. അതെ. വി ഫീൽ അയ്യോ ഐ മിസ്ഡ് ഇറ്റ്. യെസ്. ഇത് അപ്പോൾ ഞാൻ അഗൈൻ മൈ Yeah. ക്വസ്റ്റ്യൻ ഈസ്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ എപ്പോഴും ഈ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പോസിറ്റീവ് തിങ്കിങ്. ഓവർ തിങ്കിങ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇറ്റ് ഈസ് ഓവർ. പക്ഷേ നെഗറ്റീവ് തിങ്കിങ് ഓവർ തിങ്കിങ് ആകുമ്പോൾ അത് ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് പോകും. അതെ. അപ്പോൾ എങ്ങനെ ഒരാൾക്ക് എങ്ങനെ സെൽഫ് ഒബ്സർവേഷനിലൂടെയോ സംഹൗ ഹി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ് ഹി ഈസ് ഡൂയിങ് ഓവർ തിങ്കിങ്, അറ്റ് ദി സെയിം ടൈം ഹി ഈസ് തിങ്കിങ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്. യു ഹാവ് ആൻസേർഡ് ദ ക്വസ്റ്റ്യൻ ബേസിക്കലി. നിങ്ങൾ പറഞ്ഞല്ലോ എവിടെയൊക്കെ ഞാൻ മിസ് ഔട്ട് ആവുന്നു, എവിടെയൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്കൊരു സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, വിച്ച് ഈസ് ആക്ച്വലി ആർ ഡ്രൈവർ. അത് ഓട്ടോ പൈലറ്റ് എന്നാണ് പറയുന്നത്. ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി രാവിലെ ഒന്നും ഉറക്കക്ഷീണത്തിൽ പോയിട്ട് പേസ്റ്റ് എടുത്ത് വെച്ച് പല്ല് തേപ്പിക്കുന്നത്.
അല്ലെങ്കിൽ രാവിലെ കുളിക്കുന്നത് പോലും. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെയോ. ഞാൻ ഓഫീസിൽ എത്ര മണിക്ക് എത്തും, അയ്യോ ഞാൻ ലേറ്റ് ആയല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ബോസ് എന്താണ് പറയുക. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവന് വേറെ ചിന്ത, ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഞാൻ സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ള ചിന്ത. ഈ ചിന്തയെല്ലാം ഉണ്ട്. മറ്റേത് സബ് കോൺഷ്യസ് നമ്മൾ ഓടിക്കും. രാവിലെ എഴുന്നേറ്റ് പല്ല് തേപ്പിക്കും, കുളിപ്പിക്കും, ഭക്ഷണം കഴിക്കുന്നത് പോലും നമുക്ക് അറിയത്തില്ല എന്താ കഴിച്ചതെന്ന് പോലും. നമ്മൾ കഴിച്ച് കഴിയും, കാറിൻ്റെ കീ എടുക്കുന്നു, ഓട്ടോമാറ്റിക്കലി എടുക്കുന്നു, ഡ്രൈവ് ചെയ്യുന്നു. ഡ്രൈവ് ചെയ്യുന്ന എല്ലാ മൊമെൻറ്റിലും വി വിൽ ബി തിങ്കിങ്. Yes. ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ഇടേണ്ട സ്ഥലത്ത് നമ്മൾ ബ്രേക്ക് ഇടും, കറക്റ്റായിട്ട് ഹോൺ അടിക്കും, നമ്മൾ ഓഫീസിലെത്തും. ഇത് സംഭവിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ഓട്ടോ പൈലറ്റ് എന്ന് പറയും. അത് ഓടിക്കുന്ന സബ് കോൺഷ്യസ് ആണ്. നമ്മൾ കോൺഷ്യസ്ലി ഒന്നിനെക്കുറിച്ച് അറിയില്ല, ഒരു അവെയർനെസ്സും ഇല്ല. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് പോലും നമ്മൾ നമ്മുടെ മൈൻഡ് അപ്ലൈ ചെയ്യുന്നില്ല. ഇല്ല. ബിക്കോസ് നമ്മുടെ സബ് കോൺഷ്യസ് ആണ് അത് ടേക്ക് കെയർ ചെയ്യുന്നത്. ഇത് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ, അതിൽ ഈ ഓവർ തിങ്കിങ്ങിൽ തന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും. ആ ലെത്താർജി കയറി വരും. ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്കും എനർജി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ചായ കുടിക്കാൻ പോകും. ചായ കുടിച്ചൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ മുമ്പിലെ പൈൽ ഓഫ് വർക്ക് കണ്ടപ്പോൾ ടെൻഷനായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഫയൽ താഴേക്ക് മാറ്റി വെക്കും. സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആ സാധനം ചെയ്യും. അപ്പോൾ അത് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവൻ്റെ ചിന്തയിലുണ്ട്, ഇത് ഞാൻ ഇന്ന് വൈകുന്നേരം പോകുന്നതിന് മുമ്പ് തീർക്കും. പക്ഷേ അത് നടക്കില്ല. അവൻ്റെ ഡെയിലി റൊട്ടീൻ കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യും, ഈ സാധനം നാളെ ചെയ്യാം. പക്ഷേ ആ ബേർഡൻ അവൻ മനസ്സിലെടുത്ത് ഈ സാധനം ചെയ്തില്ലെങ്കിൽ ബോസ് എന്നെ വഴക്ക് പറയും, കസ്റ്റമർ എന്നെ വഴക്ക് പറയും, എല്ലാ പ്രശ്നങ്ങളും അവൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഹീ കനോട്ട് ആക്ട് ബിക്കോസ് ഹി ഡസൻ ഹാവ് എനർജി. വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറയും, അവിടത്തേക്ക് പ്രൊജക്ഷൻ പുറത്തേക്ക് പോയി, ആൾക്കാർ പറയും ഇന്ന് മതി നമുക്ക് പോവാം. എന്ത് ചെയ്യുന്നു, ആ സാധനം നമ്മൾ മാറ്റി വെച്ചു, വീട്ടിലേക്ക് പോകുന്നു. ചിന്തിക്കുന്ന എന്താ, ഈ സാധനം തീർത്തില്ല, ഇനി ബോസ് എന്നെ വിളിക്കുമോ, വിളിച്ചാൽ പ്രശ്നമാവുമല്ലോ. ഇങ്ങനെ ചിന്തിച്ച് അപ്പോൾ ഒരു അഡീഷനും കൂടെ നമ്മുടെ നോർമൽ തോട്ടിൽ കയറി വന്നു. ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ പൈലപ്പ് ചെയ്യുന്നു. അവിടെയാണ് പ്രോക്കാസ്റ്റിനേഷൻ വരുന്നത്. അപ്പോൾ മനുഷ്യൻ ചോദിക്കില്ല എന്തിന് ഞാൻ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുന്ന അറിയില്ല, പക്ഷേ ഞാൻ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് തിങ്കിങ് ഹാബിറ്റ്. വി ബിക്കം എ തിങ്കർ റാദർ ദാൻ എ ഡൂവർ. ചെയ്യുന്ന ആളിൽ നിന്ന് ചിന്തിക്കുന്ന ആളിലേക്കായി നമ്മൾ. അപ്പോൾ ചെയ്യുന്നുണ്ട്. മൈൻഡ് അപ്പോൾ പറയും, കുറേ കാര്യം നീ ഇന്ന് ചെയ്ത് കേട്ടാ, നമുക്ക് ഇന്ന് ഒന്ന് എൻജോയ് ചെയ്യാം. അഡിക്ഷനുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഡബിളാണ് പ്രോബ്ലം. ദേ ഗോ ഹാവ് 2 ഡ്രിങ്ക്സ് കഴിച്ചാൽ സെറ്റാവുന്നുള്ളു. 2 നിൽക്കില്ല, 4ലേക്ക് പോകുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അതിൻ്റെ ഗിൽട്ട് വേറെ, ഇന്ന് കഴിച്ചല്ലോ, ഞാൻ കഴിക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ അവൻ ചിന്തിക്കും, ഞാൻ അന്ന് അടുത്ത മാസം ശബരിമലയ്ക്ക് ഒരു മാല ഇട്ടേക്കാം, എല്ലാം ശരിയാവും. അവിടെ നിന്ന് ചിന്ത പോയി, അവൻ മാല ഇട്ട് കഴിഞ്ഞാൽ അടി നിർത്തും എന്നുള്ള രീതിയിലാണ് അവൻ പോകുന്നത്. പക്ഷെ അവൻ്റെ പ്രോബ്ലത്തിനെല്ലാം അവൻ സോൾവ് ചെയ്യുന്നത് ഒളിച്ചോട്ടമാണ്. സംവെയർ നമ്മുടെ ഒരു ഇൻസെക്യൂരിറ്റീനെ മറക്കുകയാണ് നമ്മൾ ബൈ പുട്ടിങ് അനദർ ലെയർ വിച്ച് ഈസ് എഗെയിൻ കോസസ് ഗിൽട്ട് ആസ് വെൽ ആസ് ഇൻസെക്യൂരിറ്റീസ്. നമ്മുടെ കോൺഫിഡൻസിനെ കുറയ്ക്കും. ഈ കോൺഫിഡൻസിനെ കുറയ്ക്കുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. അവിടെയൊക്കെ നമുക്ക് സെൽഫ് ഡൗട്ട് കയറി വരും. സെൽഫ് ഡൗട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ പൂർത്തിയായി അവൻ്റെ കാര്യം. പിന്നെ അവൻ പയ്യെ കുടുംബത്തിലെ ഓരോ ആൾക്കാരിലേക്ക് അവൻ്റെ ദേഷ്യം, എവിടെയെങ്കിലും ഈ പറയുന്നത് വിഷമവും ദേഷ്യവുമാണല്ലോ നെഗറ്റീവ്ലി വരുന്നത്. ബിക്കോസ് ഒരു മനുഷ്യൻ്റെ ചിന്തയാണ് നമ്മളിപ്പോൾ പറയുന്നത്. ചിന്തയിൽ നിന്ന് ഉറവെടുക്കുന്ന സാധനമാണ് നമ്മുടെ ഇമോഷൻ. അത് ദേഷ്യമാവാം, വിഷമമാവാം. അപ്പോൾ ഈ സാധനം പുറത്തോട്ട് പ്രൊജക്റ്റ് ആവുമ്പോൾ അതൊരു നമ്മുടെ സ്വഭാവമായിട്ടാണ് പ്രൊജക്റ്റ് ആവുന്നത്. പാത്രം വലിച്ചെറിയുക, ഭാര്യയോട് ശകാരിക്കുക, അല്ലെങ്കിൽ കിട്ടുന്ന ആളോട് ദേഷ്യം കാണിക്കുക. ആ ബിഹേവിയറിലും കൂടെ ആവുമ്പോൾ നമ്മുടെ വീട്ടിലെ സമാധാനം നഷ്ടപ്പെട്ടു, ഓഫീസിലെ ജോലിയിൽ ഇനി നമുക്കൊരു സുഖം കിട്ടുന്നില്ല. ദെൻ വേർ ഡു വി സീ ഹാപ്പിനെസ് ദെയർ? ഒരു ലീവ് എടുത്ത് പോകാമെന്ന് വെച്ചാൽ 100 കോളുകൾ. സോ എവിടെയാണ്? അപ്പോൾ ഇത്രയും പ്രോബ്ലത്തിലാണ് ഒരുത്തൻ ഓടുന്നത്. അവനോട് ചോദിക്ക്, അവൻ പ്രശ്നമുണ്ട് എനിക്ക്, പക്ഷെ ഓക്കെ എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെയൊക്കെയാണ്, കുറച്ച് വിഷമമൊക്കെ ഉള്ളത് നല്ലതാണ്, സന്തോഷം കിട്ടും നാളെ. ആ നാളെ എന്ന് വരും? ദിസ് ഈസ് ദ ടിപ്പിക്കൽ പ്രോബ്ലം ഓഫ് എ പേഴ്സൺ ഇൻ റിയൽ ലൈഫ്. റിയാലിറ്റി ബൈറ്റ്സ്, അല്ലെങ്കിൽ റിയാലിറ്റിയിൽ ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ലക്ഷ്മൺ വളരെ ഒരു നോർമൽ കോമൺ മാൻ്റെ ലൈഫിലെ ഒരു ലൈഫ് സൈക്കിൾ മൊത്തത്തിൽ ഓൾമോസ്റ്റ് പറഞ്ഞു. ട്രൂ. ബട്ട് അഗെയിൻ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പോൾ ഞാനൊരു കോമൺ മാൻ ആണെങ്കിൽ, ഞാൻ കോമൺ മാൻ ആണ്, എനിക്ക് എങ്ങനെ എൻ്റെ തോട്ട്സിനെ ഒബ്സർവ് ചെയ്യാനും എങ്ങനെ ഈ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യാനും സാധിക്കും? സി ബേസിക്കലി നമുക്കെല്ലാവർക്കും ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട് അല്ലേ? എൻ്റെ വാല്യൂസ് ഇപ്പോൾ ഞാനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന, എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ആയിരിക്കും എൻ്റെ വാല്യൂ.
എൻ്റെ ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, അങ്ങനെ നമുക്ക് പല ലേയേഴ്സ് ഉണ്ട് ഇതിന്, ഈ വാല്യൂസിന്. പിന്നെയുള്ളത് ബിലീഫ് സിസ്റ്റമാണ്. ബിലീഫ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആണാണ്, ഞാൻ കരയില്ല. ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ. ഓക്കെ, ആണുങ്ങൾ കരയാവോ? ആണുങ്ങൾ എന്തിനാണ് കരയുന്നത്? അതൊരു ബിലീഫ് സിസ്റ്റമാണ്. പെൺകുട്ടികൾ കഷ്ടപ്പെടണം, വീട്ടിൽ അടുക്കള നോക്കണം, വീട്ടിലെ കുട്ടികളെ നോക്കണം. ഇതൊക്കെ ബിലീഫ് സിസ്റ്റമാണ്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്, ബട്ട് ഈ ബിലീഫ് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്, വാല്യൂ സിസ്റ്റം ഉണ്ട്. ഈ വാല്യൂ സിസ്റ്റവും ബിലീഫ് സിസ്റ്റവും എവിടെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു അവിടെയൊക്കെ ഞാൻ ദേഷ്യപ്പെടും. ഒരു എക്സാമ്പിൾ പറയാം. ഒരു റിയൽ ലൈഫ് കപ്പിൾ വേർ എ പേഴ്സൺ ഫീൽസ് ദാറ്റ് ആളെ ചേട്ട എന്ന് വിളിക്കണം, കല്യാണം കഴിച്ചു വന്ന കുട്ടി. ടിപ്പിക്കൽ എക്സാമ്പിളാണ് കേട്ടോ. അത് ഒരു ബിലീഫ് സിസ്റ്റമാണ്. ബിക്കോസ് നല്ലതാണ്. അച്ഛനെ അമ്മ വിളിച്ചുകൊണ്ടിരുന്നത് ചേട്ടാന്നാണ്. അല്ലെങ്കിൽ എൻ്റെ നൈബേഴ്സ്, റിലേറ്റീവ്സ്, എല്ലാ സ്ഥലത്തും ഞാൻ കണ്ടു വളരുന്നത് ഒരു ഗ്രാമത്തിൽ നിന്നാണ്. ഞാനൊരു സിറ്റി ലൈഫിൽ ജോലിയൊക്കെ കിട്ടി വരുന്നു. എൻ്റെ വൈഫ് എന്നെ ചേട്ടാ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞ് ആദ്യ രാത്രിയിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് കേൾക്കുന്നത് എൻ്റെ പേരാണ്. സോ അവിടെ എൻ്റെ ഒരു വാല്യൂ സിസ്റ്റത്തിനെ, എൻ്റെ ബിലീഫ് സിസ്റ്റത്തിനെ കോട്ടം തട്ടി. അവിടെ ഞാൻ ഇമോഷണലായിട്ട് വിഷമിക്കും. ഇമോഷണൽ പ്രതികരണം ചെയ്യില്ല, ബിക്കോസ് കല്യാണം കഴിച്ച് തുടങ്ങുന്നതല്ലേ ഉള്ളൂ നമ്മൾ. അവിടെ നമ്മൾ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, എക്സ്പെക്റ്റേഷൻസ് നടന്നില്ല. വൈ ഐ എം സേയിങ് ഇസ് ദാറ്റ് ഐ ഗോട്ട് യുവർ ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇവിടെ എന്താ പറ്റുന്നത് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അവെയർനെസ് ഇല്ല, എൻ്റെ വാല്യൂ സിസ്റ്റം എന്താണ്. ഓക്കെ, അപ്പോൾ ഈ ആൾക്ക് മനസ്സിലാക്കുകയാണ് എൻ്റെ വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ എൻ്റെ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് എന്നെ പേരല്ല വിളിക്കേണ്ടത്, ഒരു റെസ്പെക്റ്റ്ഫുള്ളി ചേട്ടാ എന്ന് വിളിക്കുക. ബിക്കോസ് ഐ വിൽ പ്രൊട്ടക്ട് ഹെർ ഇൻ ഓൾ ടേംസ്. നമ്മൾ കല്യാണം കഴിക്കുന്ന എന്ത് പോവില്ല, ഐ ടേക്ക് കെയർ ഓഫ് യു ലൈക്ക് എനിത്തിങ്. യു ആർ ബിക്കമിങ് പാർട്ട് ഓഫ് മീ, അല്ലേ? ആ ഒരു ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. ആൻഡ് അച്ഛൻ അത്രയും നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് അവിടെ അമ്മേനെ. അപ്പോൾ ആ സ്നേഹം എനിക്കും കൊടുക്കണം. ബട്ട് അതിൻ്റെ റിട്ടേൺ എന്താ? എനിക്ക് എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല, ജസ്റ്റ് എന്നെ ചേട്ടാന്ന് വിളിച്ചാൽ മതി. യു ഡോണ്ട് ഗിവ് മണി ഓർ എനിത്തിങ്. ഈ സാധനം എന്ത് പറ്റും? ചേട്ടാന്ന് വിളിച്ചില്ല, അവിടെ ഒരു പ്രോബ്ലം വന്നല്ലോ. ഇഫ് ഐ എം അവെയർ ദാറ്റ് ഇറ്റ് ഈസ് മൈ വാല്യൂ സിസ്റ്റം, ബിലീഫ് സിസ്റ്റം വിച്ച് ഈസ് എഫക്റ്റഡ്, ഞാൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മറ്റത് അങ്ങനെയല്ല, എനിക്കറിയത്തില്ല, എനിക്കൊരു വിഷമം ഉണ്ടാവും. നോർമൽ പേഴ്സണ് ചേട്ടാ എന്ന് വിളിച്ചില്ല, പക്ഷെ അവനത് ടാഗ് ചെയ്യില്ല, എന്നെ ചേട്ടാന്ന് വിളിക്കാത്തതാണ്. അവൻ ആലോചിക്കുന്നത് എനിക്ക് റെസ്പെക്റ്റ് എവിടെയോ കിട്ടിയില്ല. അത് മനസ്സിൽ പയ്യെ എവിടെയോ ഒരു ലെയറായിട്ട് ചെന്ന് വീഴും, ഒരു നെഗറ്റീവ് ലെയറാണ് ചേട്ടാ. അത് കഴിഞ്ഞ് വീട്ടിലെ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഡെസിഷൻ ചോദിക്കാതെ, കൺസൾട്ട് ചെയ്യാതെ ചെയ്യുമ്പോൾ എഗെയിൻ ആ നേരത്തെ കിടന്ന ലെയറിലേക്ക് ഒരു ലെയറും കൂടെ ചെന്ന് വീഴും. ഈ സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പേടിയായി. ബിക്കോസ് ഞാൻ 2 ലേയേഴ്സ് ഉണ്ട്, ഇത് രണ്ടും ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവും. ബിക്കോസ് ഇത് സംഭവിച്ചിരിക്കുന്ന 2 ദിവസം മുന്നെയാണ്. ഞാനിപ്പോൾ പറയുമ്പോൾ അവർ വിചാരിക്കില്ലേ ഞാൻ ഇത്രയും നാൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയായിരുന്നു, ചേട്ടൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം വരുമോ എന്നുള്ള പേടിയിൽ ഈ സാധനം നമ്മൾ ലെയറായിട്ട് തന്നെ കീപ്പ് ചെയ്യും. ദെൻ ദ നെക്സ്റ്റ് പ്രോബ്ലം കംസ് എഗെയിൻ ഐ പുട്ട് എ ലെയർ. ഈ ലെയർ എല്ലാം കയറി വരുമ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ യു കനോട്ട് ബി പുൾഡ് ബിയോണ്ട് ദ വാൾ, അല്ലേ? അവിടെ നമ്മൾ പ്രതികരിക്കും. ആ പ്രതികരണം നമ്മൾ നോർമൽ പ്രതികരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻറ്റൻസിറ്റി ഉണ്ടാവും. ബിക്കോസ് ഇത് മുഴുവൻ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഓരോന്നായിട്ട് പറയും. അപ്പോഴാണ് മനസ്സിലാവുന്നത്, ഓ ഇത്രയും വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നത്. ഈ കേൾക്കുന്ന ആളും തിരിച്ച് അടിക്കുമല്ലോ, ഓഫ് കോഴ്സ്, എല്ലാവർക്കും ഈഗോ ഉള്ളതാണ്. തിരിച്ചടിക്കുമ്പോഴത്തേക്കും അതൊരു വലിയ പ്രോബ്ലമായിട്ട് മാറും. എഗെയിൻ അനദർ പെർസ്പെക്റ്റീവ്, ഇതിന് അവെയറാണ്, ഞാൻ ആദ്യമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെഡിയാണ്, സംസാരിക്കാൻ റെഡിയാണ്. I feel that the other person will not judge me. I'll tell you my problem, അല്ലേ? പക്ഷെ എല്ലാവരും അതുപോലെ എടുക്കണമെന്നില്ലല്ലോ. എങ്ങനെ? ഇപ്പോൾ ഒരാൾ പറയാണ്, ഇപ്പോൾ ഇൻ ദിസ് കേസ് ഹസ്ബൻഡ് പറയാണ് നീ എന്നെ ചേട്ടാ എന്ന് വിളിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ വൈഫ് കേൾക്കുന്നത് ആർ യു സോ സില്ലി. എക്സാക്ട്ലി, ആ പേടിയാണ്. അപ്പോൾ അത് ഇവൻ ശ്രമിച്ചു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പക്ഷെ അങ്ങനെ ആൻസർ കിട്ടിയാൽ എന്ത് സംഭവിക്കുന്നല്ലേ ചോദിക്കുന്നത്. ആ ആൻസർ ആദ്യം പറയാത്ത എന്തുകൊണ്ടാ? ആ ആൻസർ കിട്ടുമോ എന്നുള്ള പേടിയുണ്ട് ഓൾറെഡി. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ആൻസർ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എന്ത് പറ്റും? ഇനി ബാക്കിയുള്ള സാധനം അവൻ ഇറക്കത്തില്ല, അവനകത്തുണ്ട്. അത് ഫ്രസ്ട്രേഷൻ ആണല്ലോ. ഒന്നല്ലെങ്കിൽ യു ഹാവ് ടു സോൾവ് ഇറ്റ് ബൈ യോർ സെൽഫ്, യു ഹാവ് ടു ഫോർഗീവ് യോർ സെൽഫ്, യു ഹാവ് ടു സീക്ക് ഫോർഗീവ്നെസ് ഫ്രം യുവർ പാർട്ട്ണർ ആൻഡ് ട്രൈ ടു റീച്ച് എ മിഡ് പാത്ത്. എന്നെ ചേട്ടാന്ന് വിളിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് അതർ സൊല്യൂഷൻ വി ഹാവ്, അല്ലേ? ബിക്കോസ് എനിക്കും എൻ്റെ ഈഗോ സാറ്റിസ്ഫൈ ആവണം, എൻ്റെ വൈഫിനും അത് ഈഗോ ഒരിക്കലും ഹേർട്ട് ആവരുത്. സോ ഒരു മിഡ് പാത്തിലേക്ക് നമ്മൾ എങ്ങനെ വരാൻ പറ്റും? ഇത് കമ്മ്യൂണിക്കേഷനിൽ നടക്കുള്ളൂ. ഈ കമ്മ്യൂണിക്കേഷൻ പകുതി ആൾക്കാർ ചെയ്യാത്തത് ഇങ്ങനത്തെ ആൻസർ കൊണ്ടാണ്. വൈ യു ആർ ബീങ് സില്ലി. അവിടെ ജഡ്ജ്മെൻ്റ് ആണ്.
നിൻ്റെ സ്വഭാവത്തിനെ ഞാൻ സില്ലിന്ന് വിളിക്കുകയാണ്. അതേ സമയത്ത് യു ഹാഡ് ദിസ് ആക്ച്വൽ പ്രോബ്ലം ബട്ട് ഐ ഹാവ് എ ഡിസ്കംഫർട്ട്, ക്യാൻ വി ഡൂ സംതിങ് എൽസ്, ക്യാൻ ഐ കോൾ യു സംതിങ് എൽസ് വിച്ച് ഹെൽപ്സ് യു എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നുണ്ടോ? റിലേഷൻഷിപ്സിൽ ആ രീതിയിലുള്ള കൺസ്ട്രക്റ്റീവ് ഡിസ്കഷൻസ് ഉണ്ടോ? അപ്പോൾ ആൾക്കാർ പറയും ഇതൊക്കെ നടക്കുമോ റിയൽ ജീവിതത്തിൽ, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചോദിക്കുമോ, സംസാരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് പറ്റും? ആൾക്കാരെല്ലാം കാണുന്ന ഫ്രെയിം ഇന്ന് റീൽസിൽ അതിലൊക്കെ കാണുന്ന ഒരു അപ്പറിൽ നിൽക്കുന്ന ഒരു വൈഫ് ഒരു ഹസ്ബൻഡിനെ ടോണ്ട് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഇതൊരു രീതി പോലെ ആയി. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുറേ മെയിൽ സെഗ്മെൻറ്റിന് ഈ ഒരു സാധനം ഇൻസെക്യൂരിറ്റി കിടക്കുകയാണ് അകത്ത്. ഇത് എക്സ്പ്രസ് ചെയ്യാനും ഇതില്ല, എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സില്ലിയാണെന്നുള്ള ചോദ്യം വരും. അവിടെ എന്ന് ഈ പറയുന്ന ജഡ്ജ്മെൻറ്റ് നിൽക്കുന്നു. ബിക്കോസ് എവറിബഡി ഫീൽസ് ദാറ്റ് ഡോണ്ട് ജഡ്ജ് മീ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളത് ചിന്തിക്കണം. രണ്ട് സൈഡിൽ നിന്നും ജഡ്ജ്മെൻ്റ് ഇല്ല, കൺസ്ട്രക്റ്റീവ് ടോക്ക് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ദിസ് പ്രോബ്ലം ബിക്കോസ് യു ആക്സെപ്റ്റ് ഓക്കെ വാട്ട് ഈസ് ദെയർ ഇൻ ദാറ്റ്. ഇതിൽ ആ പെർസ്പെക്റ്റീവ് ഉണ്ട് ഒരാൾക്ക്. ഇത് ആഗ്രഹിക്കുമ്പോൾ ഈ ബിലീഫ് സിസ്റ്റമും ഇതും എല്ലാം കർശനമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ചിന്ത എന്ന് പറയുന്നത് സോ വാട്ട്, ഐ ആക്സെപ്റ്റ്, ഞാൻ അതിനെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാണ് എന്നുള്ള മനസ്സുള്ള ഒരാൾക്ക് ഒന്നും ബാധിക്കത്തില്ല. പക്ഷേ ലക്ഷ്മൺ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ വാട്ട് യു സെഡ് ഈസ് റൈറ്റ്. ഓക്കെ, ഇതെല്ലാം ആക്ച്വലി ഒരു മനുഷ്യൻ്റെ ഓവർ തിങ്കിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇവൻ അറിയാതെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചേട്ടാവിളി പോലും തിങ്കിങ്ങിലെ ട്രിഗർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫുൾ ടൈം ഇറ്റ് ഈസ് ലൈക്ക് വെൻ എവർ ഹീസ് വിത്ത് വൈഫ് അവൻ്റെ തിങ്കിങ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വെൻ എവർ ഷീ സേസ് നോ ടു സംതിങ് ഈ തിങ്കിങ് പിന്നെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇൻറ്റൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പിന്നെ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലെറ്റ് ഗോ ഓർ ഫോർ ഗീവ്, ഇതൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. എക്സാക്ട്ലി, ദാറ്റ് ഈസ് വെയർ വി കം ടു പ്ലേ. അപ്പോൾ ബിക്കോസ് ഒരു തേർഡ് പേഴ്സണിലേക്ക് നമ്മൾ നമ്മുടെ പ്രൊജക്ഷൻ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ പ്രോബ്ലം ഉണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹാസ് എ പ്രോബ്ലം. ഇവിടെ എന്താ പറ്റുന്നത്? ഈ മിഡ് പാത്ത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം നമ്മൾക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് എത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേ സമയത്ത് ഇഫ് ദേ സീക്ക് സപ്പോർട്ട് ഫ്രം പീപ്പിൾ ലൈക്ക് കോച്ചസ് ലൈക്ക് what we are doing, what we do is that we don't suggest you anything. നിങ്ങൾ ഇത് ചെയ്യുക, അത് ചെയ്യുക, ദിസ് ഈസ് ദ സൊല്യൂഷൻ. അതല്ല, rather you have all the capacity in you to find a solution. Why that frame is not there? ആ ഫ്രെയിംവർക്കിലേക്ക് അവരെ കൊണ്ടുവന്ന് ആ ഒരു സജസ്റ്റബിലിറ്റിയിലേക്ക് കൊണ്ടുവന്ന് അവർ ആ സൊല്യൂഷനിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇവിടെ രണ്ട് രീതിയിൽ നടക്കും. ഒന്നൊരു പ്രോബ്ലം വന്നതിന് ശേഷം ആൾക്കാർ വരും. എല്ലാന്നുണ്ടെങ്കിൽ ദേ സീക്ക് അവെയർനെസ്. ആദ്യമേ വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ ലൈഫ്, ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഇതിൽ എന്തൊക്കെ പ്രോബ്ലംസ് വരാം. ഒരു അവെയർനെസ് അവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് വി ഡു വർക്ക്ഷോപ്സ് ഫോർ കപ്പിൾസ് സോ ദാറ്റ് they understand what is the essence of life, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അറ്റ് ദ സെയിം ടൈം ഇഫ് യു ഹാവ് പ്രോബ്ലം വി ആർ there to support you, we will guide you. നിങ്ങൾ രണ്ടുപേരും പ്രോബ്ലം കേട്ടിട്ട് നമുക്കതിന് ഒരു കോച്ചിങ് പേഴ്സ്പെക്റ്റീവിൽ ഒരു ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരു what I ലോങ് think is this is not just about problems. ഇതൊരു മനുഷ്യൻ നേരത്തെ ഹൗ ടു ലിവ്, ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന പോലെ ഇറ്റ്സ് ബേസിക്കലി ദ ബേസിക് ഫണ്ടമെന്റൽസ് ഓഫ് എ ലൈഫ്. യെസ്, എങ്ങനെ നമ്മൾ ലൈഫിനെ അപ്രോച്ച് ചെയ്യണം, നമ്മൾ തോട്ട്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, നമ്മൾ ഈവൻ റിലേഷൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, പ്രൊഫഷനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. നേരത്തെ ഇപ്പോൾ ലക്ഷ്മൺ പറഞ്ഞ് വരുന്ന സമയത്ത് ദ തോട്ട് ഇസ് ആക്ച്വലി ഔട്ട് ഓഫ് ഹിസ് ഓൺ എൻറ്റൈറ്റി. യെസ്, ഇറ്റ് ഈസ് ഹാപ്പനിങ് സംവെയർ എൽസ്. അപ്പോൾ ഇവൻ ആരാ? ഈ തോട്ട് ആരാ? ഈ ചിന്തയും ഇവനും ഒന്നാണോ? ഇവൻ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചിന്ത എന്തുകൊണ്ട് നിൽക്കുന്നില്ല? അപ്പോൾ ചിന്ത വേറെ എവിടെയെങ്കിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഈ ഒരു ചോദ്യം വരികയാണ് അവിടെ. യെസ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കിങ് അല്ലെങ്കിൽ റിയാക്ഷൻസ്, ഇമോഷൻസ്, ഇതെല്ലാം ഒരു ഹ്യൂമൻ ബോഡി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. അതർവൈസ് വി ഗെറ്റ് ക്യാരിഡ് അവേ ബൈ തോട്ട്സ്, ഇമോഷൻസ്. വഴിയെ പോകുന്ന ഒരുത്തം വെറുതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രിഗറായി. നേരത്തെ കാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടെയാണ് ലിവിങ് എന്ന് പറയുന്ന പ്രോസസ്സ്, ഹൗ ടു ലീവ് എന്ന് നമ്മൾ പഠിക്കേണ്ടി വരുന്നത്, വിച്ച് അൺഫോർച്ചുനേറ്റ്ലി നമ്മളെവിടെയും പഠിപ്പിക്കുന്നില്ല. യെസ്. ആൻഡ് ദർ പീപ്പിൾ ലൈക്ക് യു കോച്ചിങ് കംസ് ഇൻ ടു പ്ലേസ്. ഓക്കെ, ഗ്രേറ്റ്. പക്ഷെ ഞാൻ അപ്പോഴും ഒരു ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും പോവാണ്. യെസ്. ഒരു സാധാരണക്കാരനെ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഓക്കെ, ടിപ്പിക്കലായിട്ട് ഇതിനെ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ആൻസർ ചെയ്യാം. സോ ദർ ആർ 3 things which you said. ഒന്ന്, ഹൗ ക്യാൻ എ പേഴ്സൺ കൺട്രോൾ ഹിസ് ഇമോഷൻസ് എന്നുള്ളതാണ്. ഇതിലെന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ തന്നെ ദർ ആക്ച്വലി കൺട്രോളിങ് സംതിങ് വിച്ച് ഈസ് ഓൾറെഡി ദെയർ ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദെയർ, അല്ലേ? അതെ. അതിനെ എടുത്ത് കളയുക എന്നുള്ളതാണ്. അതിനെ ഒരു പൊഴിയുന്ന ഇല പോലെ അത് പൊഴിയണം.
എല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി സ്ലൈറ്റ്ലി വിത്ത് ദ കൺസെൻറ്റ് യു ഹാവ് ടു റിമൂവ് ഇറ്റ്. അതെ. ഇറ്റ്സ് ലൈക്ക് എ ക്യാൻസർ. അതിന് നമ്മൾ ബോഡീനെ വേറെ എവിടെയും ബുദ്ധിമുട്ടില്ലാതെ ആ സാധനത്തിനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ഡിറ്റാച്ച് ചെയ്യാൻ പറ്റണം. നൗ അതിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ദർ ഈസ് എ ബ്യൂട്ടിഫുൾ പ്രോസസ് എ പേഴ്സൺ ക്യാൻ അണ്ടർഗോ ടു ഗോ ഫോർ എ ചേഞ്ച്. അതിന് ഇത് നമ്മളായിട്ട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കതിനുള്ള യുക്തിയുണ്ട്. പക്ഷേ ആ യുക്തിന് വേണ്ട ഒരു സാധനം നമ്മുടെ കയ്യിലില്ല. ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം ചോദിച്ചല്ലോ. ഞാൻ എ പേഴ്സൺ ഹൗ വിൽ ഐ ഡു ദാറ്റ്? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ നിന്ന് തുടങ്ങുകയാണ്. ദ ഫസ്റ്റ് തിങ് ഈസ് ആസ് വി സേ സെൽഫ് അവെയർനെസ്. ഒരുത്തൻ്റെ വാല്യൂ, എൻ്റെ ചിന്തകൾ എവിടെയാണ് പോകുന്നത്? ഒരു മൊമെൻറ്റ് നമ്മൾ ഓവർ തിങ്കിങ് ആണ്, എല്ലാവരും ഓവർ തിങ്കിങ്ങിലേക്ക് പോയ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ പോഡ്കാസ്റ്റ് കേട്ട് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് നിനക്ക് ഇരിക്കാൻ പറ്റുമോ? നിനക്കൊരു കസേരയിൽ ഒരു കോഫി എടുത്ത് ടെൽ സംബഡി ദാറ്റ് ഡോണ്ട് ഡിസ്റ്റർബ് മീ ഫോർ 5 minutes to 10 minutes, ലെറ്റ് മീ സിറ്റ്. അവിടെ ഇരുന്നിട്ട് നിനക്ക് ഉണ്ടാവുന്ന ചിന്തകൾ ലെറ്റ് ഇറ്റ് കം, എല്ലാം കയറി വരട്ടെ. ഈ സാധനം നീ ഒരു ബുക്കിലേക്ക് എഴുത്. ഈ സാധനം എഴുതി കഴിയുമ്പോൾ നിനക്ക് മുമ്പിൽ വായിക്കാം. അപ്പം തന്നെ നിനക്ക് മനസ്സിലായി എന്ത് സില്ലിയാണ് ഞാൻ തന്നെ എന്ന് നമ്മൾ ചിന്തിക്കും. ഓ, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മളിതെല്ലാം എഴുതുകയാണ്. ഇതെല്ലാം എഴുതി. ദാറ്റ് ഈസ് ഹൗ യു ബിക്കം അവെയർ വാട്ട് ആർ യു തിങ്കിങ്. ആ പെർസ്പെക്റ്റീവാണ് ആദ്യം വേണ്ടത്. ഞാൻ എന്താണ് ചിന്തിക്കുന്നത്. ഈവൻ ദോ ദിസ് ലുക്സ് വെരി സിമ്പിൾ, ഇന്ന് ആൾക്കാർക്ക് ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കാൻ പറ്റില്ല. എക്സാക്ട്. പിന്നെ അവൻ്റെ കയ്യിന് അവൻ്റെ ചിന്തകൾ എഴുതാനുള്ള സ്പീഡില്ല. അത് അപ്പം എഴുതണ്ട, അവൻ്റെ മനസ്സിൽ വരുന്ന സാധനം അവൻ എഴുതിയാൽ. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് ചേഞ്ച് വേണമെങ്കിൽ നീ ഇന്നേ വരെ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണിത്. ഒരു 30 year ഉള്ള ആളാണെങ്കിൽ 30 വർഷം ചിന്തിച്ചെടുത്ത ചിന്തയുടെ ഒരു പാറ്റേൺ ഉണ്ട് അവിടെ, അല്ലേ? ആ പാറ്റേണിന് അറിയാതെയോ അറിഞ്ഞറിയാതെ ഓഫ് കോഴ്സ് ആ ഒരു പാറ്റേണാണ് നീ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. അവിടെ നീ ബുദ്ധിമുട്ടണം ഇത്തിരിയെങ്കിലും. നിനക്ക് ചേഞ്ച് വേണം എന്നുണ്ടെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ സെൻറ്റൻസ് ഉണ്ടല്ലോ, അവന് ചേഞ്ച് വേണം എന്നുണ്ടെങ്കിൽ, പക്ഷേ ഇവർ കാണുന്ന ലൈഫിൽ പ്രോബ്ലംസ് അല്ലേ. അതായത് കോസ് റിസൾട്ടാണ് ഇവർ. അതായത് വൈഫ് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, ഇതാണ് ഇവർ കാണുന്നത്. ഇതിൻ്റെ കോസ് നമ്മുടെ ഉള്ളിലാണ് കിടക്കുന്നത്, അവർ റിയലൈസ് ചെയ്തിട്ടില്ലല്ലോ. യെസ്. അപ്പോൾ ഇൻറ്റൻഷൻ വെക്കുമ്പോൾ ഐ വാണ്ട് ടു സോൾവ് ദിസ് പ്രോബ്ലം എന്നാണ് അവർ ഇൻറ്റൻഷൻ വെക്കുന്നത്. ഐ വാണ്ട് ടു ചേഞ്ച് മൈസെൽഫ് എന്നൊരു ഇൻറ്റൻഷൻ അവർ വെക്കുന്നില്ലല്ലോ. എക്സാക്ട്ലി. നമ്മൾ ആ പെർസ്പെക്റ്റീവാണ് ആദ്യം കൊടുക്കുന്നത്. ഇഫ് യു വോണ്ട് ടു ചേഞ്ച് വിത്തിൻ യു, ദ ചേഞ്ച് ഈസ് ഇൻ യു ഓൺലി. ആൾക്കാർ പറയും എൻ്റെ വൈഫ് ഇങ്ങനെ മാറിയാൽ ഞാൻ ഹാപ്പി ആവും. അത് സാഹചര്യം അവിടെ മാറ്റാൻ നോക്കുന്നത് പുറത്താ. നീ അതെ, അകത്ത് നീ മാറാത്ത എന്താ? അതെ, നീ അകത്തല്ലേ മാറേണ്ടത്. അകത്ത് പലരും കാണുന്നില്ലല്ലോ. എക്സാക്ട്ലി. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ വാല്യൂ സിസ്റ്റമൊക്കെ ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രോസസ്സാണത്. വേർ വാട്ട് വി ഡു ഇസ് ദാറ്റ് വി മേക്ക് ഹിം ടെൽ വാട്ട് ആർ ദ 10 things വിച്ച് ഈസ് ഗോയിങ് ടു മേക്ക് യു ഹാപ്പി. പെട്ടെന്ന് കിട്ടില്ല ഒരുത്തിന്. എന്ത് ഹാപ്പിനെസ്, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്. അതെ, ആ സാധനം നീ എഴുതാദ്യം. ഫസ്റ്റ് സ്റ്റെപ്പ്, റൈറ്റ് 10 things വിച്ച് ഈസ് ഗോയിങ് ടു മേക്ക് യു ഹാപ്പി. അതിൽ ലെറ്റ് മീ ബി ഫ്രാങ്ക് ഓൺ ദിസ്. ഗോ അഹെഡ്. അതായത് നമ്മളൊരാളോട് പറയുകയാണ്, എടാ നിനക്ക് ലൈഫിൽ ഏറ്റവും വേണ്ട 10 കാര്യം എഴുതാൻ പറയുമ്പോൾ അവൻ എഴുതുന്ന ആദ്യത്തെ 4 സാധനങ്ങൾ എല്ലാവരും എഴുതുന്ന സെയിം ആയിരിക്കും. ഒരു ബംഗ്ലാവ്, ഒരു ബെൻസ്, ഒരു സുന്ദരിയായ ഭാര്യ, ഒരു ഫോറിൻ ട്രിപ്പ്. ഇതെഴുതി. പിന്നെ ഐഫോൺ, മാക്ബുക്ക്, മറ്റേത് മറിച്ചത് കുടച്ചക്രം. ഇതെല്ലാവരുടെയും കോമൺ ലിസ്റ്റാണ്. ബട്ട് ആക്ച്വലി സ്പീക്കിംഗ് ആൾക്കാർക്ക് സ്വന്തമായിട്ട് വേണ്ടത് എന്ത് എന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. എക്സാക്ട്ലി. ഈ പറഞ്ഞ സിബിലാൽ പറഞ്ഞ ഇഷ്യൂ ആണ്. ആൾക്കാർ നമ്മളിത് പറയുമ്പോൾ ആൾക്കാർ 5 എണ്ണം എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ സെക്കൻഡ് ലെയർ ഓഫ് ക്വസ്റ്റ്യനിങ് തുടങ്ങും. വി പ്രോബ്, വി ഹെൽപ്പ് ദം. യെസ്. നമ്മൾ ആ ചോദ്യത്തിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. ഒരു ചോദ്യം നമ്മളോട് ചോദിക്കണം, അല്ലേ? അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ 5 കാര്യങ്ങളുണ്ടല്ലോ, ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ നിനക്ക് ഹാപ്പിനെസ് ഇല്ലേ? സോ വാട്ട് ആർ യു ഗോയിങ് ടു ഡു? നീ ഡെയിലി ബേസിസിൽ നീ ചിരിക്കുന്നുണ്ടോ? നീ ചിരിക്കുന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് ചിരിക്കുന്നത്? ആ ഇൻസിഡൻറ്റ് എന്താ? അത് നിനക്ക് ഡെയിലി സംഭവിച്ചാൽ എല്ലാ ദിവസവും ചിരിക്കാമല്ലോ. നീ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല? നീ നിൻ്റെ കയ്യിലില്ലാത്ത എന്തോ ഒരു സാധനം കിട്ടിയാൽ നീ സന്തോഷിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഡെയിലി ബേസിസിൽ നീ എന്തിനാ ചിരിക്കുന്നത്? ആ ചിരിക്കുന്ന കാര്യങ്ങൾ നീ ഡെയിലി ബേസിസിൽ അവയർനെസ്സിൽ കൊണ്ടുവന്ന് ഞാനിത് മസ്റ്റായിട്ട് ചെയ്യുമെന്നുകൊണ്ട് നീ ആലോചിക്കുന്നില്ല. ഇഫ് യു ഫീൽ ദാറ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ 5 പേരുടെ കൂടെ ഇരുന്ന് ഒരു ചായ കുടിക്കുന്നത് എനിക്ക് ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിൽ അത് നീ എന്തുകൊണ്ട് എഴുതിയില്ല ഇവിടെ? ഫസ്റ്റ് തിങ്, ആർ യു റെഡി ടു ചേഞ്ച്? ബിഗിൻ ഫ്രം ബേസിക് ഹാപ്പിനെസ് തിങ്സ്.
അച്ഛനമ്മേനെ ഒരു ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലുണ്ട് യുനോ റീസെൻ്റ്ലി ഫഹദ് ഫാസിലിൻ്റെ മൂവിയിൽ ഫഹദ് ഫാസിലിൻ്റെ അമ്മ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മോനെ ഹാപ്പിയാണോ? എന്തോരം ട്രിഗറാണ് അത് ഉണ്ടാക്കുന്നത് ക്യാരക്ടേഴ്സിൽ. ആ സാധനമാണ് നമ്മൾ ചോദിക്കുന്നത്. വി ടെൽ ദം വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ് ഇൻ എ സ്കെയിൽ ഓഫ് 0 to 10. ദേ ഫീൽ സാഡ് സെയിങ് ദാറ്റ്. അവർക്ക് ഏറ്റവും കൂടുതൽ ബിക്കോസ് മനസ്സിലേക്ക് ഓടിയെത്താണ് എവിടെയാണ് എനിക്ക് സന്തോഷം, ഒന്നുമില്ലല്ലോ. അറിയില്ല. 5, 4, 3 അതെ. ദാറ്റ് ഈസ് ദ സ്കോർ ദേ ഗിവ്. അവിടെ നിന്നാണ് അത് എഴുതുമ്പോൾ അവന് മനസ്സിലാവും, ഐ എം നോട്ട് ഹാപ്പി, ദിസ് ഈസ് നോട്ട് ദ ലൈഫ് ഐ വോണ്ട്, പ്ലീസ് ഹെൽപ്പ്. അവിടെ നിന്നാണ് നമ്മുടെ സപ്പോർട്ട് ബിഗിൻ ചെയ്യുന്നത്. ഇന്നൊക്കെ ഒരാൾ അവൻ്റെ ലൈഫിലെ ആനന്ദം എന്ത് അറിയാതെ ലൈഫിലെ സെൻസസിലൂടെ കിട്ടുന്ന ആ മൊമെൻ്ററി ഇമ്പൾസീവ് ബ്ലിസ് അല്ലെങ്കിൽ സുഖം അതിൽ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫിൽ കിട്ടാവുന്ന ആ ഒരു അൾട്ടിമേറ്റ് ഒരു നിർവാണ സ്റ്റേറ്റ് ഓഫ് എക്സ്റ്റസ്റ്റിക് ആയിട്ടുള്ള ടൈം ഉണ്ടല്ലോ, അത് പലരും അറിയുന്നില്ല. എക്സാക്ട്ലി. ഇത് ഒരു പക്ഷേ അതായിരിക്കണം അവൻ്റെ ഉത്തരം. നമ്മൾ അവനോട് ചോദിക്കുകയാണ് വാട്ട് ആർ ദി 10 തിങ്സ് വിച്ച് മേക്ക് യു ഹാപ്പി എന്ന് പറയുമ്പോൾ അവൻ എഴുതേണ്ടത് അതാണ്. ഐ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ഹെൽപ്പിംഗ് പീപ്പിൾ. ഇറ്റ് നെവർ കംസ് ഇൻ ദ ലിസ്റ്റ്. It never comes in the list. Even small things, even listening to music പോലും ആൾ പാടുന്ന ആളായിരിക്കും, പക്ഷെ എഴുതി വരുമ്പോൾ ലിസണിങ് ടു മ്യൂസിക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, സി യു സിങ്, ദെൻ വൈ ഡിഡ്ന്റ് ദാറ്റ് കം ഹിയർ? ബിക്കോസ് ദേ സംവെയർ ഫോർഗെറ്റ്. അവരുടെ അത്രയും നെഗറ്റീവ് പാറ്റേൺ ദാറ്റ് കയറി മീൻസ് ക്ലൗട്ടാണ്. ആ ക്ലൗട്ടിനെയാണ് നമ്മൾ മീൻസ് അവർ ഒബ്സർവ് ചെയ്യുന്നില്ല. അതായത് ഹാപ്പിനെസ് സംതിങ് ഔട്ട്സൈഡ് എന്നുള്ള രീതിയിലാണ് ഇവരെപ്പോഴും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ സ്വയം ഒബ്സർവ് ചെയ്യുന്നില്ല. ദേ ആർ ട്രൈങ് ടു ബി ഹാപ്പി എവറി മൊമെൻറ്റ്. ഈ പാട്ട് കേൾക്കുന്ന അതിൻ്റെ ഭാഗമാണ്, പക്ഷെ അവർ അതിനെ ഒബ്സർവ് ചെയ്യുന്നില്ല. അവർ വിചാരിക്കുന്നത് ഞാൻ വേൾഡിലെ ബെസ്റ്റ് സിംഗർ ആയാൽ ഐ വിൽ ബി ഹാപ്പി. അതിനെ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാണ് അവർ. ഈവൻ ഇന്നത്തെ എൻ്റെ പോസ്റ്റ് പോലും പറയുന്നത്, ഒരു സാധനത്തിന് എൻജോയ് ചെയ്യാൻ യു ഡോണ്ട് ഹാവ് ടു ബി എ മാസ്റ്റർ ഇൻ ഇറ്റ്. സംവെയർ വി ഫീൽ ദാറ്റ് ഞാൻ പാട്ട് പാടിയാൽ മോശമാണ്, എനിക്ക് പക്ഷേ ഹാപ്പിനെസ് ഉണ്ട് പാടുന്നതിൽ, പക്ഷെ ഞാൻ പാടത്തില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ഒരു ലതാ മങ്കേഷ്കറോ അല്ലെങ്കിൽ ഒരു ശ്രേയാ ഘോഷലിനെ പോലെ അല്ല പാടുന്നത്. സോ അത് പാടിയാൽ മോശമാവില്ല, ആൾക്കാർ എന്ത് പറയും? നോ, യു ഡോണ്ട് ഹാവ് ടു ബി എ മാസ്റ്റർ ടു ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ദാറ്റ്. യു സിങ്. ഇഫ് പീപ്പിൾ ജഡ്ജ്, ലെറ്റ് ദം ജഡ്ജ്. 1. 2, ആസ് വി സെഡ്, നേരത്തെ ഒരു നമ്മൾ ഡിസ്കഷനിൽ യു സെഡ് ഒരു യൂണിനിസം, ഒരു ബ്ലിസിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. നമ്മൾ ആസ് സെഡ് മൈൻഡ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് തന്നെ നമുക്ക് ആർക്കും അവയർനെസ് ഇല്ല. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ സേ ദാറ്റ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് മീ എന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ എന്ത് സ്പിരിച്വൽ കോൺഷ്യസ്നെസ്സിൽ ഡിസ്കസ് ചെയ്താലും എല്ലാവരും റെഫർ ചെയ്യുന്നത് ലെനേനെയാണ്, ആക്ട്രസ് ലെനേനെയാണ്. ബിക്കോസ് ദാറ്റ് ഈസ് സംവെയർ ഇറ്റ് ഈസ് ട്രൂത്ത്. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ യു ഹാവ് എ മൈൻഡ് വിച്ച് ഈസ് യുവർ ഡ്രൈവർ. ഐ വുഡ് സേ ഒരു കാർ ഉണ്ടെങ്കിൽ മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവറാണ്, അവനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ് നീ എന്നെ ഇവിടെ എത്തിക്ക് എന്ന് പറയാനുള്ള കരുത്ത് നിനക്കുണ്ടെങ്കിൽ ഹീ ഈസ് എ ഗുഡ് ഡ്രൈവർ. അതർവൈസ് ഹീ ബിക്കംസ് യുവർ മാസ്റ്റർ. അവൻ ഡിസൈഡ് ചെയ്യും ഈ വണ്ടി എവിടെ കൊണ്ടുപോകണം. അതാണ് ഇന്നത്തെ പ്രശ്നം. ഇന്ന് നമ്മുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി എല്ലാം നമ്മുടെ തിങ്കിങ്ങിലേക്ക് കൊടുത്തു, മൈൻഡിൻ്റെ ആ ലെയറിലേക്ക് കൊടുത്തു. അവനാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മളെ. നമ്മളെപ്പോൾ വിഷമിക്കണം, എപ്പോൾ സന്തോഷിക്കണം, എപ്പോൾ ദേഷ്യപ്പെടണം, എല്ലാം ആ തിങ്കിങ്ങിൽ റിലേറ്റഡ് ആയിട്ട് അത് നേരെ ചെന്ന് അടുത്ത ലെയറായ ഫീലിങ്സിലേക്ക് ബാധിച്ച് നമ്മുടെ സ്വഭാവമായി മാറുന്നു. അതേ സമയത്ത് എനിക്ക് 2 ഓപ്ഷനുണ്ട്. ഒരു ഇൻസ്റ്റൻസിൽ ദേഷ്യപ്പെടണോ അല്ലെങ്കിൽ അവിടെ ദേഷ്യപ്പെടാണ്ടിരിക്കാനോ എന്നുള്ളത് എനിക്കുണ്ട്. ആ ഡിസിഷൻ എൻ്റെയാണ്. ഈ മൊമെൻറ്റിൽ ഞാൻ ചിന്തിക്കണോ വേണ്ടയോ എന്നുള്ളതും ഡിസൈഡ് ചെയ്യുന്നുള്ള കഴിവ് എനിക്കുണ്ട്. നീ എന്തുകൊണ്ട് ആ കഴിവിനെ ആദ്യം ട്രസ്റ്റ് ചെയ്യുന്നില്ല? നമ്മൾ അവിടെയാണ് പറയുന്നത്, യു ട്രസ്റ്റ് യുവർ സെൽഫ്. യു ഹാവ് ദ പവർ ഇൻ യു ടു ചേഞ്ച്. ആ ഒരു അവെയർനെസ് ആണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ദെൻ കംസ് ദ സെക്കൻഡ് ലെയർ, യു ചേഞ്ച് യുവർ സെൽഫ്. നിൻ്റെ എവിടെയാണ് പ്രോബ്ലം വരുന്നത് അതിനെ തുറന്ന് കാണിക്കുക. അവൻ ആദ്യം കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും. ദെൻ വി മേക്ക് ഹിം ഡൂ ദാറ്റ്, ആ ചേഞ്ച്. ആ ചേഞ്ചിൽ നിന്ന് അറ്റ് ദ സെയിം ടൈം വി ടെൽ പീപ്പിൾ ദാറ്റ് നിൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ അവർ നീ എത്ര മനസ്സിലാക്കിയിട്ടുണ്ട്. നീ നിൻ്റെ കാര്യങ്ങൾ പറയുന്നു, ഇങ്ങനെ വേണം അങ്ങനെ വേണം, പെർഫെക്ഷനിസം, എനിക്ക് എൻ്റെ വീട്ടിൽ ഇങ്ങനെ വേണം. ഒരു സമയം പോലും നമ്മൾ ചോദിക്കില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ വൈഫിനോട് പറയുമായിരുന്നു കല്യാണം കഴിച്ച സമയത്ത്, രാവിലെ നേരത്തെ എഴുന്നേക്കണം,
രാവിലെ 6 മണിക്ക് വിളക്ക് കത്തിക്കണം. അപ്പോൾ ഇത് ഭയങ്കരമായ ഒരു പ്രശ്നം വീട്ടിലുണ്ടായി. അപ്പോൾ പിന്നെ ആസ് സെഡ് ഞാൻ ഈ ജോലിയൊക്കെ വിട്ട് ഈ ഒരു സ്പിരിച്വൽ പാതയിലേക്ക് കയറിയപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത ഒരു വലിയ സത്യം എന്താണെന്ന് വെച്ചാൽ ഐ ട്രൈ ടു ഒരു പേഴ്സ്പെക്റ്റീവിലേക്ക് പോയി, അവരുടെ പേഴ്സ്പെക്റ്റീവിൽ, അവരുടെ ഷൂസിലേക്ക് പോയി. അവർ രാത്രി അവരൊരു നൈറ്റ് ഔളാണ് എന്ന് പറയപ്പെടുന്ന വാക്കാണ് നൈറ്റ് ഔൾ. വേർ പേഴ്സൺ സിറ്റ്സ് ടു ലവ് ടു സിറ്റ് ഇൻ ദ നൈറ്റ്, സിനിമ കാണുക അങ്ങനെ. അപ്പോൾ രാവിലെ എന്ത് പറ്റും, എഴുന്നേൽക്കുന്ന ലേറ്റ് ആവും. അങ്ങനെയുള്ള ഒരു പേഴ്സൺ, ഒരു 20-25 ഇയേഴ്സായിട്ട് കണ്ടീഷനായ ആളിനെ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് മാറ്റിമറിക്കാനാണ് ശ്രമിക്കുന്നത്. വിച്ച് വിൽ നോട്ട് ബി ഫീസിബിൾ. അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് റിയലൈസ് ചെയ്ത മൊമെൻറ്റിൽ എനിക്ക് ഭയങ്കര ഒരു ഫ്രീഡം കിട്ടി. എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, ഓക്കെ ഗോ ഹെഡ്, ഞാൻ ആ പറയുന്ന സാധനത്തിനെ മാറ്റി വൈകുന്നേരം കത്തിച്ചാൽ മതി നല്ല രീതിയിൽ. സോ ഇറ്റ് ബിക്കം ഈസിയർ. എങ്ങനെയും പോയിന്റ് അതിൽ അവിടെ കുറേ കാര്യങ്ങൾ വന്നു. ഞാൻ അവരുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് ചിന്തിക്കാൻ പറ്റി, ഒരു എംപത്തൈസ് ചെയ്യാൻ പറ്റി. 2, എനിക്ക് അറ്റ്ലീസ്റ്റ് എന്നിലൊരു ചേഞ്ച് ഉണ്ടായി എന്നുള്ളൊരു സന്തോഷം. ആ പ്രോബ്ലത്തിന് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റി. ചിന്തിച്ചിരുന്നില്ല ഞാൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അതിലൊരു ആനന്ദമുണ്ട്. ഈ പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് ബ്ലിസ് ഉണ്ട്. അത് എവിടെയൊക്കെയോ നമ്മൾ വിചാരിക്കുന്ന ആ സാധനമൊക്കെ നമുക്കുള്ളതല്ല. വി സ്റ്റിൽ ഫീൽ ദാറ്റ് നമ്മൾ വീടുകളിൽ ബുദ്ധനെ വെക്കുന്നുണ്ട്. ബുദ്ധനെ വെച്ച് ആ മൂലയിലിരിക്കും. നമ്മൾ ചെയ്യുന്ന എല്ലാം നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ എന്തുകൊണ്ടാണ് 2500 വർഷമായിട്ട് പുള്ളിനെ ബിലീവ് ചെയ്യുന്നത്? ദർ ഈസ് സംതിങ് ഇൻ ഹിം. ആ കാംനെസ് ഉണ്ട് അവിടെ. ആ കാംനെസ് എനിക്ക് സീക്ക് ചെയ്യാം. ഞാൻ എവിടെയാണ് ആ പാതയിലേക്ക് പോകുന്ന, ഞാൻ എവിടെയാണ് മിസ് ഔട്ട് ചെയ്തത്, എവിടെയാണ് എൻ്റെ ട്രെയിൻ ഡീറെയിലായത്, അവിടെ നമ്മൾ കാണിച്ചു കൊടുക്കും, മോനെ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മോളെ ഇതാണ് സംഭവിച്ചത്. സോ വെൻ ദേ ബിക്കം അവെയർ ഓഫ് ദാറ്റ് ഈസ് എ പവർഫുൾ തിങ്, സെൽഫ് അവെയർനെസ്. ഞാൻ എന്നെക്കുറിച്ച് അറിഞ്ഞു. ഇന്ന് എന്താ പറ്റുകയെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ടൈം ബാക്കിയുള്ളവർ പറയുന്നതാണ് നമ്മൾ, അല്ലേ, എടാ നിനക്ക് ഈ പ്രശ്നമുണ്ട്. അത് 3 പേര് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓ എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ടല്ലേ, ഓക്കെ. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആൾക്കാർ പറയുന്ന ആ പ്രൊജക്ഷൻസിലേക്ക് വീഴും. അവർ പറയുന്നതാണ് സത്യമെന്നുള്ളത് ചിന്തിക്കും. ഓക്കെ, ദർ ബി സംതിങ് ഗുഡ്. ഇപ്പോൾ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് എടുക്കുക, ബിക്കോസ് അവൻ പറയുന്നത് നിൻ്റെ നല്ലതിന് വേണ്ടിയാണ്. ബാക്കിയുള്ളത് നമുക്ക് അറിയത്തില്ല എന്താണെന്നുള്ളത്. പക്ഷേ നീ നിന്നെക്കുറിച്ച് അറിയാമെങ്കിൽ അത് നീ റിഫ്ലക്റ്റ് ചെയ്യും. ശരിയാടാ, എനിക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ട്, ഞാനത് ചേഞ്ച് ചെയ്യണം. വാട്ട് യു സെഡ് ഈസ് റൈറ്റ്. ഐ ഹാഡ് ദാറ്റ് പ്രോബ്ലം. എനിക്ക് എൻ്റെ ഒരു നല്ല സമയത്ത് അങ്ങേറ്റ ഈഗോ ഉള്ള ഒരു സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് പറഞ്ഞു, മനോജ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എടാ നിനക്ക് ഇന്നൊരു പ്രോബ്ലം ഉണ്ട്. എനിക്കത് എവിടെയോ ആദ്യമൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും പ്രോബ്ലം അതാണ്. നമുക്ക് ഈ സാധനം ഈഗോനെ തട്ടും, പിന്നെയും ഒരു ഈഗോനെ തട്ടും, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സംവെയർ വെൻ ഐ ഹാഡ് ദ കറേജ് ടു സ്പീക്ക് ഓൺ ദിസ്, ഐ ആക്സെപ്റ്റഡ് ഇറ്റ്. യെസ്. മനോജ് എന്താ പറഞ്ഞു? മനോജ് പറഞ്ഞത്, ലക്ഷ്മൺ ഈഗോ. ഞാൻ ഒരു സ്റ്റേറ്റിൽ, ഞാൻ ആ എക്സാമ്പിൾ പറയാം. ഒരു എല്ലാവർക്കും ഒരു ഫുഡ് കൊടുക്കുന്നു. അവിടെ ഐ ആം ആക്ച്വലി ദി ലീഡർ ഓഫ് ദാറ്റ് പാക്ക്. അപ്പം നമ്മളെല്ലാവരും ഭക്ഷണം എല്ലാവർക്കും കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഈ പാക്കിൽ നിന്ന് പുറത്തുനിന്ന് ഒരാൾ വന്നു. അപ്പോൾ ഐ ഡിനൈഡ് ഹിം ഫുഡ് ഓൺലി ബിക്കോസ് ഐ ഫെൽറ്റ് ദിസ് ഈസ് ഓൺലി ഫോർ ദം. എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ പുള്ളിനെ പുറത്താക്കി അവിടെ നിന്ന്, വിച്ച് ഐ ഫെൽറ്റ് ബാഡ്. പക്ഷേ എൻ്റെ ഈഗോ സമ്മതിച്ചില്ല, നീ ചെയ്തത് ശരിയാണ്. എന്തുകൊണ്ടാണ്? ഈസ് ഫ്രം എ തേർഡ് പെർസ്പെക്റ്റീവ് ഈസ് കമ്മിങ്. അവിടെയൊക്കെ പ്ലേ ചെയ്യുന്നതാ, ഞാൻ ഈ പൊസിഷനിൽ നിൽക്കുന്നു, ഞാൻ വേറൊരാളെ അകത്തേക്ക് എങ്ങനെ കയറ്റും എന്നുള്ള ചിന്ത. അപ്പോൾ ഈ ഫ്രണ്ട് പറഞ്ഞു, വാട്ട് യു ഡിഡ് ഈസ് റോങ്, യു ഷുഡ് ഹാവ് അലൗഡ് ഡൂയിങ് വാട്ട് ഗോസ്. ഒരു നേരത്തെ ഭക്ഷണമല്ലേ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഈഗോ. ഇതൊക്കെ ഇപ്പോൾ എനിക്ക് അവയർനെസ്സിൽ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചിന്ത പോയിട്ടുണ്ട്. ആ സാധനം ഞാൻ റിയലൈസ് ചെയ്യാൻ 10 വർഷം എടുത്തു. ആ തെറ്റ്. I become emotional when I say such things, when I speak about my personal experience, because ആ പവർ എനിക്ക് മനസ്സിലാക്കിയപ്പോഴാണ് ലൈഫ് ബ്യൂട്ടിഫുൾ ആവുന്നത്. When I started this journey towards coaching, അല്ലെങ്കിൽ when I did Vipassana and when I did programs of Isha and also psychology, ഈ പറയുന്ന സയൻസിലേക്കൊക്കെ ഇറങ്ങിയപ്പോൾ മനസ്സിലായത്, നമ്മളെക്കുറിച്ച് മനസ്സിലാക്കി നമ്മളെ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ you don't have to think about anybody to support you. You yourself is the best support system you have. ബട്ട് ഇന്നത്തെ നമ്മുടെ ഈ ജീവിത സാഹചര്യത്തിലെ ക്ലൗട്ടുകൾ കൊണ്ട് നമുക്കത് പറ്റുന്നില്ല. സിമ്പിൾ, സ്ട്രെസ് ഉണ്ടെങ്കിൽ നിൻ്റെ ക്രിയേറ്റീവ് പാർട്ട് കവർ ആവും, ബ്രെയിൻ്റെ സയൻറ്റിഫിക് ആണ്. ആൻഡ് ഹൗ വിൽ യു റിമൂവ് ദാറ്റ്? യു ഹാവ് ടു കം ഔട്ട് ഓഫ് ദ സ്ട്രെസ്, ദെൻ സ്റ്റാർട്ട് തിങ്കിങ്, ഈ സ്ട്രെസ്സിലേക്ക് ഞാൻ പോകാണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം.
അവിടെ യു ഹാവ് ടു ടേക്ക് സപ്പോർട്ട് ബിക്കോസ് യുവർ ക്രിയേറ്റീവ് ബ്രെയിൻ ഈസ് സ്ട്രക്ക്. യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്. ആ സ്ട്രെസ്സും ഓവർ തിങ്കിങ്ങൊന്നും നീ പുറത്ത് വരാൻ പറ്റത്തില്ല. അവിടെ യു ഹാവ് ടു സീക്ക് സപ്പോർട്ട്. പക്ഷെ അവിടെ ഈഗോ, ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ 4 കാര്യങ്ങൾ. ഒന്ന്, എന്നെക്കുറിച്ച് അവൻ എന്ത് വിചാരിക്കും, അതെ. എന്നെ ജഡ്ജ് ചെയ്യും. പിന്നെ ഞാനൊരു ചെറിയവനാവും, അവൻ വലിയവനായി. പിന്നെ മൂന്നാമതൊരു ഫാക്ടറുണ്ട്, പൈസ. ആൾക്കാർ വിചാരിക്കുന്നത് ഇതൊരു മുറിവാണെങ്കിൽ മനുഷ്യൻ പറയും, ഓ ഇത് ശരിയാവണം, ഡെർമറ്റോളജി വരെ പോയി കാണിക്കും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ. പക്ഷേ അവൻ്റെ അകത്ത് കിടക്കുന്ന ഈ നീറുന്ന പ്രശ്നം അവന് കാണുന്നില്ല. അപ്പോൾ ആരും കാണുന്നുമില്ല, അവനും കാണുന്നില്ല. അപ്പോൾ അതവിടെ കിടന്നോട്ടെ. അതിന് ഞാൻ പൈസ മുടക്കി ഞാൻ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിലേക്ക് പോവില്ല. ഒരു ഫീല് അത് പോയി കഴിഞ്ഞാൽ ആ ഓഫീസിലേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ ക്ലയൻസ് ഉണ്ട്, എനിക്ക് ഓഫീസിൽ വരാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട്, നാട്ടുകാർ കണ്ടാലോ എന്നുള്ളത്. അവിടെയൊക്കെ പറയുന്നത് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ, അമീർ ഖാൻ സാർ ഒരു റീസെൻ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ടേക്കിംഗ് സപ്പോർട്ട് ഈസ് റിയലി ഗുഡ്. ബിക്കോസ് നമ്മൾ കാണുന്ന പെർസ്പെക്റ്റീവ് അല്ല ഒരു കോച്ചോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് കാണുന്നത്. അവർ നമ്മളെ കുറച്ചും കൂടെയൊക്കെ ഹെൽപ്പ് ചെയ്യും, സയൻറ്റിഫിക്കലിയും നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ആ പാറ്റേൺ ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു നല്ല നൈസ് വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ ഒരാൾ പോലും ആ സപ്പോർട്ട് സീക്ക് ചെയ്യുന്നത് അതെ. നമ്മൾ എല്ലാവർക്കും എടുക്കാം. ആ ഒരു ടാബു ആണ് അത് ആൾക്കാർക്ക്, അതൊരു തെറ്റാണ്, അത് പോയി കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് വളരെ മോശമാവും എന്നുള്ളത്. നമ്മുടെ നാട്ടിലാണ് അങ്ങനെ, പുറത്തൊക്കെ അത് ഒരു കോമൺ തിങ് ആണ്. ഈ കോച്ചിങ് പെർസ്പെക്റ്റീവ് US ഏറ്റവും കൂടുതൽ നടക്കുന്ന 70 to 50 to 70% ഓഫ് പീപ്പിൾ ടേക്ക് സപ്പോർട്ട് വെൻ ദേ നീഡ്. അത് കരിയർ ആവാം, അത് നമ്മുടെ പേഴ്സണൽ ലൈഫ് ആവാം, റിലേഷൻഷിപ്പ് വിത്ത് യുവർ വൈഫ് ആവാം, ഓർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ പാരൻസ് ആവാം, ഓർഗനൈസേഷൻ ആവാം, ഓർഗനൈസേഷനിൽ നിന്ന് ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു ബിസിനസ്സുകാരനാവാം, ഒരു സ്റ്റുഡൻ്റ് ആവാം. ഈ രീതിയിൽ ഏതൊരാൾക്കും ഏതൊരു സമയത്തും ഒരു സപ്പോർട്ട് സീക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റമും ഉണ്ട്, ആൾക്കാർക്ക് അതിൻ്റെ അവെയർനെസ്സും ഉണ്ട്, ആൻഡ് ദേ ആർ ടേക്കിംഗ് ദാറ്റ് സപ്പോർട്ട്. ദേ ആർ ഓപ്പൺ ഫോർ ഇറ്റ്. യെസ്. അവിടെയൊക്കെ ആ ജഡ്ജ്മെൻറ്റലും പിന്നെ എവിടെയൊക്കെയോ നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു ക്ലൗഡ്, നമ്മളെക്കുറിച്ച് ധരിച്ചിരിക്കുന്നുണ്ട്, ഐ ആം പെർഫെക്റ്റ്, ഐ ഡോണ്ട് ഹാവ് പ്രോബ്ലം, ബട്ട് യു ബ്ലീഡ് ഇൻ ദി പ്രോബ്ലം. സോ അങ്ങനെയൊക്കെ കുറേ കാഴ്ചപ്പാടുകൾ കൊണ്ട് സപ്പോർട്ട് സീക്ക് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലും. അതെ, ഈ ഐ ആം പെർഫെക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്വയം ഒളിച്ചോടുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ കൂടുതലും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലക്ഷ്മൺ ഒരുപാട് ഏരിയാസ് കവർ ചെയ്തു. ഇത് ഒരു കോമൺ മാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് പറയാം, നമുക്ക് അവൻ്റെ ഗിൽറ്റിനെ കുറിച്ച് പറയാം, റിസെൻമെൻറ്റിനെ കുറിച്ച് പറയാം, എല്ലാത്തിനെയും കുറിച്ച് സംസാരിക്കാം. ബട്ട് അൾട്ടിമേറ്റ്ലി ഇവിടെ അവൻ അറിയേണ്ട ഒരു കാര്യം, അതായത് ഈ പോഡ്കാസ്റ്റ് കാണുന്നവരാണെങ്കിലും ഏതൊരു മനുഷ്യനും അറിയേണ്ടത്, ഹീ ഈസ് ബീങ് പ്രോഗ്രാംഡ് ബൈ ദി സൊസൈറ്റി. അവൻ ജനിച്ച നിമിഷം മുതൽ അവൻ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല പക്ഷേ അത്. അപ്പോൾ നമുക്കിവിടെ ഡിറ്റാച്ച് ചെയ്ത് നമ്മളെ ഒബ്സർവ് ചെയ്യാനും നമ്മളുടെ ആവശ്യങ്ങളെ കണ്ടെത്താനും അതിലേക്ക് ജീവിതത്തെ നയിക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മളുടെ ജീവിതം ജീവിക്കുന്നത്. അതർവൈസ് വി ആർ ലിവിങ് ബൈ അതേഴ്സ് വിൽ. ആക്ച്വലി അവരാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ആസ് ഓഫ് നൗ. ഇപ്പോൾ ഈ ഒരു കോച്ചിങ് സിസ്റ്റം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഇത് ഇത്രയും വൈഡ്ലി നോൺ അല്ലാത്തൊരു ടൈം ഉണ്ടായിരുന്നു. ട്രൂ, വെരി ട്രൂ. എത്രയോ പേർക്ക് ആരോട് സംസാരിക്കണമെന്നറിയാതെ ഇന്നും ഞാൻ എൻ്റെ കോൺടാക്ട് സർക്കിൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞാനൊന്ന് സാറിൻ്റെ അടുത്ത് പറയട്ടെ, സാർ മോട്ടിവേഷൻ സ്പീക്കർ അല്ലേ? ഞാൻ പറയും, ഞാൻ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ ഞാനൊരു കോച്ചല്ല, ഞാനൊരു കൗൺസിലർ അല്ല, ഒരു കൺസൾട്ടൻ്റ് അല്ല. അപ്പോൾ ഐ എം നോട്ട് ദി പേഴ്സൺ. പക്ഷേ ആരുടെ അടുത്ത് പോകണമെന്നറിയാത്ത ഇതേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, ആഗ്രഹിക്കുന്ന, അത് ഒരു സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന 1000 പേര് ഇന്ന്, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത 10,000 ആൾക്കാർ വേറെയുണ്ട്. വെരി മച്ച്. ഇവിടെ ശരിക്കും ഈ ഒരു സൊല്യൂഷൻ എനിക്ക് തോന്നുന്നു വളരെ ജനറലൈസ് ചെയ്ത് കൊണ്ടുവരേണ്ട സമയമായി കഴിഞ്ഞു. True. നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാകണം ഇത്. മേ ബി ദാറ്റ് ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്, ബട്ട് ലെറ്റ് us ട്രൈ ടു റീച്ച് മോർ പീപ്പിൾ True. ആൻഡ് ടെൽ ദം ദാറ്റ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളല്ല, അത് സംഭവിച്ചു പോയതാണ്. യു ക്യാൻ കം ഔട്ട് ഓഫ് ഇറ്റ്. ദ ഓൺലി തിങ് ഈസ് ദാറ്റ് ആർ യു റെഡി ഫോർ ഇറ്റ്. ഇഫ് യു ആർ, നേരത്തെ പറഞ്ഞ കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരിക്കും, അതിനെ അതിജീവിച്ചേ പറ്റൂ. അതെ. But you can come out of it. You can Yes. live a happy, Yes, better yes, life. yes. Now tell me, like, how a person can observe himself and നേരത്തെ പറഞ്ഞ പോലെ everybody think that I am perfect. ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാവരും, എവറി വൺ. അപ്പോൾ അവൻ എങ്ങനെ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ദാറ്റ് he should consider taking support of a person? It's not support, I think. It's like having a chat. Yes. A person with a different A discussion over a coffee. ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഉള്ള വ്യക്തിയുമായിട്ട് ചർച്ച ചെയ്യുന്ന പോലെ കണ്ടാൽ മതി. ഒരു സപ്പോർട്ടോ അങ്ങനെയൊന്നുമല്ല.
പക്ഷെ അതെങ്ങനെ ഒരാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും സെൽഫായിട്ട്? ബേസിക്കലി നമ്മൾ ഇതിനകത്ത് പറയുന്നത് ഒരാൾ ദ മൊമെൻറ്റ് ഹീ ഡീറെയിൽസ് ഹിസ് ലൈഫ് അല്ലെങ്കിൽ ഒരു ഡീറെയിൽമെൻറ്റിലേക്ക് അവൻ പോകുന്നു എന്ന് നമുക്ക് നമ്മുടെ ഇൻറ്റ്യൂഷൻ പറയും. നമുക്കെല്ലാം ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. ബട്ട് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ദർ. യാ ഗോ ഹെഡ്. ഈ ഇൻറ്റ്യൂഷൻ അവനെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ അവനെങ്ങനെ ഡിറ്റക്ട് ചെയ്യും? നോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് കണ്ടല്ലോ നമ്മളൊരു ജനറൽ അവയർനെസ് ഓഡിയൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ എ പേഴ്സൺ ഇത് കണ്ട ആളുടെ ലൈഫിൻ്റെ ഇന്നത്തെ ഒരു സ്റ്റേറ്റ്, ഓക്കെ, ഇതെല്ലാം അവയർനെസ്സിലേ സംഭവിക്കുള്ളൂ. ഈ അവയർനെസ് ഇല്ലാത്ത ആൾ എവിടെയെങ്കിലും ലൈഫ് പാർട്ട്നേഴ്സ് പറയുകയാണ്, ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ, എടാ നിനക്ക് ഒരു സപ്പോർട്ട് ആവശ്യം തോന്നുന്നുണ്ട് കേട്ടോ മോനെ, നിൻ്റെ രീതികളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, സംവെയർ യു ആർ ലോസ്റ്റ്. ബിക്കോസ് കാണുന്നവർക്ക് മനസ്സിലാവും അവൻ ലോസ്റ്റ് ആണെന്നുള്ളത്. ചിന്തയിലായിരിക്കും ഏർപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവന് സിഗരറ്റ് വലി കൂടും, അല്ലെങ്കിൽ അവന് അഡിക്ഷൻസ്, സബ്സ്റ്റൻസ് യൂസ് എല്ലാത്തിലേക്ക് അവൻ പോകുന്നത് ഇതിൻ്റെയൊക്കെ ഒരു മറയ്ക്ക് വേണ്ടിയാണ്. അതൊക്കെ ചെയ്യുന്നുണ്ടോ? നിനക്കൊരു ഇന്നത്തെ ജീവിതത്തിൽ നിനക്ക് ഹാപ്പിനെസ് കൂടെ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, കൂടെ ഉള്ളവർ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സപ്പോർട്ട് എടുക്കണം. അല്ലാതെ ഉള്ളത് ഓഫ് കോഴ്സ് ആസ് സെഡ് ഒരു ജനറൽ അവയർനെസ് ടു എവറിബഡി ഈസ് ദി കീ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് സ്കൂളുകളിൽ പാരൻസിനും ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനുമാണ് ഒരു ജനറൽ അവയർനെസ് കൊടുക്കുന്നത്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ പോകുന്നത് അവിടെ ഈ പറയുന്നത്, മോനെ നീ ഓവർ തിങ്കിങ് ആണെങ്കിൽ ഇതൊക്കെയാണ് നിൻ്റെ പ്രശ്നങ്ങൾ, സിംറ്റംസ്. ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിനക്കുണ്ടെങ്കിൽ നീ ഓവർ തിങ്കിങ് ആണ്, നിനക്ക് സ്ട്രെസ്സോ ആങ്സൈറ്റിയോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, നീ സപ്പോർട്ട് എടുക്കണം. ഇത് വൺ സൈഡ്. ആസ് എറ്റ് ദ അതർ സൈഡ് ഈസ് ഏറ്റവും ബെസ്റ്റ് വെൻ പീപ്പിൾ ടെൽ യു. ഇതൊന്നും അല്ലാത്ത ഒരുത്തന് അവയർനെസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്രിയേറ്റീവ് പ്രോസസ്സ് അവിടെ നിൽക്കുകയാണ്. വല്ലാണ്ട് ഓവർ തിങ്കിങ്ങിൽ പോകുന്ന ആൾക്കാർക്ക് കേട്ടോ, കുറച്ചൊക്കെ പ്രശ്നമുള്ളവന് അറ്റ്ലീസ്റ്റ് ഒരു മൊമെൻറ്റിൽ ഒരു ബ്ലിങ്ക് പോലെ വരും ഞാൻ പ്രശ്നത്തിലാണെന്നുള്ളത്. സോ ദർ ആർ 3 തിങ്സ് വിച്ച് ഈ സെഡ്. ഒന്ന്, ആസ് എ പേഴ്സൺ വിത്തൗട്ട് എനി സപ്പോർട്ടുള്ള ഒരാളാണെങ്കിൽ അവന് ഒരു അവയർനെസ് അവൻ തന്നെ ക്രിയേറ്റ് ആയി ഒരു ഇൻറ്റ്യൂഷനിൽ പറയണം. എല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളോട് പറയും. ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ ചുറ്റുമുള്ളവർ തീർച്ചയായിട്ടും പറയും. അവൻ്റെ ഫാമിലി ലൈഫ് ബാധിക്കും, അവൻ്റെ പ്രൊഫഷണൽ ലൈഫ് ബാധിക്കും, അവൻ്റെ റിലേഷൻഷിപ്പ് വിത്ത് അതർ പീപ്പിൾ, സൊസൈറ്റി ബാധിക്കും. അത് ബാധിക്കുമ്പോൾ തന്നെ ആൾക്കാർ പറയും, എടാ നിനക്ക് പ്രശ്നമുണ്ടെന്നുള്ളത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ജനറൽ അവയർനെസ്. ഒരുത്തും പറയാൻ സാധിക്കാത്ത കാര്യം അവൻ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണാണ്, ദീസ് ആർ ദ സിംറ്റംസ്. ഓക്കെ, എനിക്ക് ഉറക്കമില്ലായ്മയുണ്ട്, രാത്രി ഈ പറയുന്ന ചിന്തിച്ച് കിടക്കുന്നുണ്ട്, രാവിലെ 3 മണിക്ക് ഞാൻ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കുന്നതിനകത്ത് യാതൊരു ടേസ്റ്റും ഫീൽ ചെയ്യുന്നില്ല, എനിക്ക് ഗ്യാസ്ട്രോ പ്രോബ്ലംസ് ഉണ്ട്. ഈ ഗ്യാസ്ട്രോ പ്രോബ്ലംസ് ഇതിൻ്റെ ഒരു ബേസിക് സംഭവമാണ് യോ തിങ്കിങ്ങിൽ വരുന്നതിൻ്റെ. പിന്നെ ഈവൻ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിരിക്കും, തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടാവും. ഇതൊക്കെ എന്തെങ്കിലും നിനക്ക് കാണും ഓരോന്നായിട്ട്. പെട്ടെന്ന് ഈ മൂഡ് മാറുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് മൂഡ് മാറുന്നുണ്ട്, എന്തായിരിക്കും എൻ്റെ പ്രോബ്ലം എന്നൊക്കെ ചിന്തിക്കുന്നവൻ പയ്യെ ഒരു സപ്പോർട്ട് എടുക്കുക. ഈ രീതിയിൽ പല രീതികളുണ്ട്. ഈ രീതിയിൽ അവൻ്റെ ലൈഫിനെ അപ്രോച്ച് ചെയ്യുക. ഇത് കാണുന്ന ആൾ തീർച്ചയായിട്ടും ആദ്യം ആൻസർ ചെയ്യേണ്ടത്, ഇൻ എ സ്കെയിൽ ഓഫ് 0 to 10 വേർ ഈസ് മൈ ഹാപ്പിനെസ്. ഇഫ് ഇറ്റ് ഈസ്, ഐ എം നോട്ട് ടെല്ലിങ് യു എനി ഡിജിറ്റ്, ബിക്കോസ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ആ ഡിജിറ്റിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ നോക്കുക. ഇഫ് യു ഫീൽ ദാറ്റ് ദർ ഈസ് സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഹാപ്പിനെസ്, യു ഹാവ് ടു ടേക്ക് സപ്പോർട്ട്. അത് ആരും ആയിക്കോട്ടെ. അത് നെവർ ഫീൽ ദാറ്റ് ടേക്കിംഗ് സപ്പോർട്ട് ഈസ് ഒരു കറേജിയസ് ആയിട്ടുള്ള ആക്റ്റ് അല്ല. ഞാൻ ഒരു പേടിത്തൊണ്ടനായതുകൊണ്ട് ഞാനൊരു സപ്പോർട്ട് ഒരാളുടെ ധൈര്യത്തിന് വേണ്ടി എടുക്കുന്നതായിട്ട് ആലോചിക്കരുത്. ഇറ്റ് ഈസ് ബിക്കമിങ് മോർ സ്ട്രോങ്ങർ. യു ആർ ഓൾറെഡി സ്ട്രോങ്ങർ. The moment you are aware that you have a problem, you become stronger. Your half of the problem is solved there. ബാക്കിയുള്ളത് യു ഹോൾഡ് എ ഹാൻഡ്. അത് ആരും ആയിക്കോട്ടെ, ട്രസ്റ്റ് വർത്തി ഒരു ഹാൻഡ് ഹോൾഡ് ചെയ്ത് ആ പ്രോബ്ലത്തിലേക്ക് മുന്നോട്ട് പോവുക. ഫേസ് ദാറ്റ് പ്രോബ്ലം, കം ഔട്ട് ഓഫ് വിക്ടോറിയസ്ലി. ദാറ്റ് ഈസ് പോസിബിൾ. That strength is there with anybody and everybody in this world. Lakshman, I think this gives a good real motivation for the people to come forward. കാരണം they have to take action. ഇപ്പം ഞാനിത് പറയുന്നത് വെച്ചാൽ എൻ്റെ ചുറ്റും ഒരുപാട് പേരെ ഞാൻ കാണുന്നത് വെരി ഇറ്റ്സ് കോമൺ ഫോർ മീ. ലൈക്ക് ദീസ് ഡേയ്സ് പീപ്പിൾ ആർ റീച്ചിങ് ഔട്ട് വിത്ത് ദ പ്രോബ്ലംസ്. സോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്. നൗ ഐ നോ ദാറ്റ് like 90% of the people I see have this problem. ഇതിൻ്റെ വേറെ ഏതെങ്കിലും ഒരു സ്കെയിലിൽ അവർക്ക് ഈ ചലഞ്ചസ് ഉണ്ട്. Yes. സോ
it's great to have you in the podcast. But before we wind up, any other message you want to? Only thing is that last message I would give is ലൈഫ് മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കുക. ഐ എം നോട്ട് ടച്ച് ദി ടോപ്പിക് മൈൻഡ്ഫുൾനെസ് ബിക്കോസ് ദാറ്റ് ഈസ് എ വെരി Very വെരി big topic. വാസ്റ്റ് ടോപ്പിക്. അതൊരു പോഡ്കാസ്റ്റിനുള്ളതുണ്ട്. ബട്ട് ഐ എം ടെല്ലിങ് യു ഓൺലി ദിസ് തിങ് ദാറ്റ് ഇഫ് യു ആർ മൈൻഡ്ഫുൾ ഓഫ് വാട്ട് യു ആർ ഡൂയിങ് എവ്രി മൊമെൻറ്റ് ബൈ മൊമെൻറ്റ്. നമ്മൾ വീട്ടിൽ വെച്ചേക്കുന്ന ബുദ്ധൻ ലൈഫിൽ പ്രീച്ച് ചെയ്ത് തന്ന ഒരേ ഒരു കാര്യം അതാണ്, ബി അവെയർ. Be aware of each and every action, what you do in your life, moment by moment. അവിടെ എന്താ സംഭവിക്കുന്നത്? There is no thoughts because you are doing everything with full consciousness and awareness. നമ്മൾ ഡ്രൈവറിന് കൊടുക്കുകയല്ല, നമ്മൾ തന്നെയാണ് എല്ലാം. We become the car, we become the driver, we become everything of life. There life blossoms, you create happiness around your people. And that is a beautiful way to say this, end this. So we all have that strength in us. So ആ സ്ട്രെങ്ത്തിനെ നമ്മൾ കണ്ടെത്തുക, ലൈഫ് മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുക എന്നുള്ള പറഞ്ഞുകൊണ്ട് ഐ എം ഓൾസോ വൈൻഡിങ് അപ്പ് മൈ വേർഡ്സ് പ്രോബ്ലി ഇഫ് ഇറ്റ് ഇസ് ബി യുവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Yeah. So thank you, Lakshman. Even though we started with overthinking, we covered a lot of areas. Okay, and ഒരു കാര്യം വളരെ വ്യക്തമാണ്, this is not going to end here. കാരണം ഇതിൽ ഓരോ ടോപ്പിക്കിനെയും കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. മോർ വി ടോക്ക് അബൌട്ട് ഇറ്റ്, മോർ ക്ലാരിറ്റി പീപ്പിൾ വിൽ ഗെറ്റ്. അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദർ ലൈഫ്. ശരിക്ക് ഒരു സോഷ്യൽ സ്കിൽ എന്ന് പറയാവുന്ന ഇതുപോലുള്ള സ്കില്ലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ, ലൈഫ് സ്കില്ലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഫ്ലറിഷ് ചെയ്യാൻ പറ്റൂ. എല്ലാം അറിയാം, റാങ്ക് ഹോൾഡറാണ്, പക്ഷേ സ്വയം ക്യാരക്ടറോ തോട്ട്സിനെയോ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഐ നോ ഫ്യൂ ഈവൻ വെരി ക്ലോസ് റിലേഷൻസ് ഓൾസോ ഐ ഹവ് സീൻ പീപ്പിൾ, അതായത് unbelievable academic achievements. Excellence. Yeah. അപ്പോൾ അത് ലെറ്റ് ബി മ്യൂസിക്, ഡാൻസ്, everywhere unbelievable, but an attempt to commit suicide because emotional control കിട്ടിയില്ല. Then what is the use of having everything then? So that's the challenge. അപ്പോൾ we will wind up this podcast now and we'll continue with another episode. Yes. സോ നമ്മളിപ്പോൾ ഇത്ര നേരം സംസാരിച്ചത് നിങ്ങൾ കേട്ടത് ലക്ഷ്മണനെയാണ്. നമ്മൾ ഓവർ തിങ്കിങ്ങിലാണ് തുടങ്ങിയെങ്കിലും ഒരു മനുഷ്യൻ്റെ പല തലങ്ങളിലേക്കും നമ്മൾ പോയി. ഇത് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ഇതെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഡോണ്ട് ഫീൽ ദാറ്റ് നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടും തുറന്ന് സംസാരിക്കാനില്ല, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇത് പുറത്ത് രാജ്യങ്ങളിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് ട്രീറ്റ്മെൻ്റ് അല്ല, അതിൻ്റെ സപ്പോർട്ട് എടുക്കാനും ഒക്കെ വളരെ നല്ല ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. നമ്മളിവിടെ കൂടുതലും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും അല്ലെങ്കിൽ ഇൻട്രോവേർട്ട്നെസ്സും ഒക്കെ വെച്ചിട്ട് വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയാണ് ജീവിക്കുന്നത്. പുറത്താരോടും, ഇവൻ വീട്ടിൽ പോലും നമ്മൾ ആരോടും പലതും പറയാതെ ഉള്ളിൽ കൊണ്ടു കിടന്ന് നരകിക്കുകയാണ് ആക്ച്വലി. അതിൻ്റെ ആവശ്യമില്ല. വി ക്യാൻ കം ഔട്ട് ഓഫ് ഇറ്റ്. ലൈഫ് ആസ് ഹി സെഡ്, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ തിങ്, ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഹ്യൂമൻ ലൈഫിനെയാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഈസ് ഇറ്റ് എ പണിഷ്മെൻറ്റ് നൗ? തിങ്ക്. ഇഫ് യു ഫീൽ ദാറ്റ് ദിസ് ഈസ് എ പണിഷ്മെൻറ്റ് നൗ, യു ക്യാൻ കം ഔട്ട് ഓഫ് ഇറ്റ്. നമുക്കതിനെ നല്ലതാക്കി മാറ്റാൻ പറ്റും. ആൻഡ് ഇഫ് യു റിയലി ഫീൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ഹാവ് നൗ, യു ആർ ഓൾറെഡി ഇൻ എ വെരി ഗുഡ് പ്രോസസ്, യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദാറ്റ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ലൈഫിൽ ആ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഏതെങ്കിലും രീതിയിലുള്ള പ്രൊഫഷണൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്മണനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോന് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാവ് എ ബ്യൂട്ടിഫുൾ ലൈഫ്, പീസ്ഫുൾ ലൈഫ്, ഹാപ്പി ലൈഫ്, ആൻഡ് നമുക്കിനിയും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ, ബി ഹാപ്പി. സൈനിങ് ഓഫ്. See you in the next episode. Thank you.